نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبعد فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله الباب السادس والعشرون باب ما جاء في النشرة باب ما جاء في النشرة عن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم سئل عن النشرة فقال هي من عمل الشيطان رواه أحمد بسند جيد وأبو داود وقال سئل أحمد عنها فقال ابن مسعود يكره هذا كله وفي البخاري عن قتادة قلت لابن المسيب رجل به طب أو يؤخذ عن امرأته أيحل عنه أو ينشر قال لا بأس به إنما يريدون به الإصلاح فأما ما ينفع فلم ينه عنه انتهى وروي عن الحسن أنه قال لا يحل السحر إلا ساحر قال ابن القيم النشرة حل السحر عن المسحور وهي نوعان أحدهما حل بسحر مثله وهو الذي من عمل الشيطان وعليه يحمل قول الحسن فيتقرب الناشر والمنتشر إلى الشيطان بما يحب فيبطل عمله عن المسحور والثاني النشرة بالرقية والتعبدات والدعوات والأدوية المباحة فهذا جائز فيه مسألتان الأولى النهي عن النشرة الثانية الفرق بين المنهي عنه والمرخص فيه مما يزيل الإشكال സഹോദരന്മാരെ 26-ാമത്തെ അധ്യായം മാ ജാഅ ഫിൻ നുശ്റത്തി നുശ്റത്തിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ അത് പരാമർശിക്കാനുള്ള അധ്യായമാണ്. നുശ്റത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ചികിത്സയാണ്. ലർബും മിനൽ ഇലാജ് ചികിത്സയുടെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സയാണ്. യുആലജു ബിഹി മൻ കാന യുളന്നു അന്ന ബിഹി മസ്സൻ മിനൽ ജിൻ ഈ ചികിത്സ നൽകുന്നത്
ജിന്നിന്റെ ബാധയുള്ള പിശാചിന്റെ ബാധയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരാൾക്ക് നൽകുന്ന ചികിത്സയാണ് നുശ്റത്ത്. ആ വാക്ക് അതിന് പ്രയോഗിക്കാനുള്ള കാരണം സുമ്മിയത്ത് നുശ്റത്തൻ ലിഅന്നഹാ യുൻശറു ബിഹാ അൻഹു മാ ഖാമറഹു മിനദ്ദാ. ആർക്കാണോ രോഗം ബാധിച്ചിട്ടുള്ളത്, രോഗം പിടികൂടിയിട്ടുള്ളത്, അത് അയാളിൽ നിന്ന് നീക്കം ചെയ്തു കൊടുക്കുന്നു. അയ്യുക്ശഫു വയുസാൽ, അയാൾക്ക് ബാധിച്ചിരിക്കുന്നതായ ആ ബാധ അത് ഒഴിവാക്കി കൊടുക്കുകയും അത് അയാളിൽ നിന്ന് നീക്കം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നശറ എന്ന് പറഞ്ഞാൽ അത് അതിൽ നിന്ന് കശ്ഫ് ചെയ്തു കൊടുക്കുക, നീക്കിക്കൊടുക്കുക, ഒഴിപ്പിച്ചു കൊടുക്കുക. തന്നെ ബാധിച്ചിട്ടുള്ള ആ ബാധ, ആ രോഗം അത് ഒഴിപ്പിച്ചു കൊടുക്കുന്ന പണിയാണ്. അതുകൊണ്ടാണ് നുശ്റത്ത് എന്ന് പറയുന്നത്. ഈ നുശ്റത്തിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്, അഥവാ ഒരാൾക്ക് ജിന്ന് ബാധയുണ്ടായി എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരാൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് കരുതുക, എങ്കിൽ ആ സിഹ്ർ അല്ലെങ്കിൽ ആ ജിന്നിന്റെ പിശാചിന്റെ ബാധ എങ്ങനെയാണ് ഒഴിപ്പിക്കുക? അത് ഒഴിപ്പിക്കുന്ന ചികിത്സാ മുറയാണ് നുശ്റത്ത്. ആ നുശ്റത്ത് പാടുണ്ടോ പാടില്ലേ, അതിൽ പാടുള്ള ഇനമുണ്ടോ അല്ല നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണോ എല്ലാ ഇനവും? ഇതാണ് ചർച്ച. ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളതാണ്. നുശ്റത്തിൽപ്പെട്ട ഒരു രൂപം ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചിട്ടുള്ള സംഭവം പറയുന്നു. ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് ഇമാം ബുഖാരിയും മറ്റും റിവായത്ത് ചെയ്തിട്ടുള്ള സംഭവത്തിൽ കാണാം, ലബീദ് ഇബ്നുൽ അഅ്സം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു. ആ ദീർഘമായ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഫഖാല അല്ലദീ ഇൻദ റഅസി ലിൽ ആഖർ മാ ബാലുർ റജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ബാധ, ഒരു രോഗം വന്നുപെട്ടു. ആ രോഗം വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാര്യങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടായി. തന്റെ ഭാര്യമാരെ സമീപിച്ചു എന്ന് റസൂലുള്ളാഹിക്ക് തോന്നും. എന്നാൽ നബി തന്റെ ഭാര്യമാരെ സമീപിച്ചിട്ടുണ്ടാവില്ല. നബിക്ക് തോന്നും തനിക്ക് ഭാര്യമാരെ സമീപിക്കുവാനും അവരുമായുള്ള ഹക്ക് തീർത്തു കൊടുക്കാനും കഴിഞ്ഞു. പക്ഷെ അത് നബിക്ക് തോന്നുക മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് പൂർത്തീകരിക്കാൻ, ആ കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നന്നായി പനിച്ച ഒരാൾക്ക് ചിലപ്പോഴുണ്ടാകുന്ന ഒരു ഹമ്മിങ്, അതുപോലെയുള്ള ഒരു അനുഭവം അത് റസൂലുള്ളാഹിക്ക് തോന്നാറുണ്ട്. ഈ ആരിളത്ത് സാധാരണ നോർമലായിട്ട് റസൂലുള്ളാഹിക്ക് ഉണ്ടാവാത്ത ഈ ഒരു അവസ്ഥയിൽ മാത്രം റസൂലുള്ളാഹിക്ക് അനുഭവപ്പെടുന്ന ഈ ലക്ഷണം, അത് പ്രയാസകരമായി തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ടിരുന്നു. രോഗത്തിനുള്ള ചികിത്സയിൽ ആദ്യത്തെ ചികിത്സ അതാണ്. ഏത് തരം രോഗത്തിനും അള്ളാഹുവിനോട് ശിഫ ചോദിക്കുക. ഇതിൽ നിന്ന് ഒരു മുസ്ലിം ആദ്യം മനസ്സിലാക്കേണ്ട പാഠം, തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം ബാധിച്ചാൽ ആ രോഗത്തിനുള്ള പരിഹാരമായി അയാളുടെ ഹൃദയം ആദ്യം അവലംബിക്കേണ്ടത്, തന്റെ മനസ്സ് തിരിയേണ്ടത് യതവജ്ജഹു ബിഖൽബിഹി ഇലല്ലാഹ് സുബ്ഹാനഹു വ തആല, അല്ലാഹുവിലേക്കാണ് താൻ തന്റെ മനസ്സുമായിട്ട് തിരിയേണ്ടത്. എനിക്ക് ഇങ്ങനെ ഒരു ദുർറ് ബാധിച്ചിട്ടുണ്ട്, ഒരു ദുരിതം ബാധിച്ചിട്ടുണ്ട്, ഒരു രോഗമുണ്ടായിട്ടുണ്ട്, അല്ലാഹുവേ നീ അത് ശിഫയാക്കി തരണം. അല്ലാതെ ഇന്ന് പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രവണത, ഏത് അസുഖം വന്നു കഴിഞ്ഞാലും നേരെ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അത് പിശാച് ബാധിച്ചിട്ടുള്ളതാണ്, അത് ജിന്ന് ബാധിച്ചിട്ടുള്ളതാണ്, അത് സിഹ്ർ ആരോ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ മസ്ഹൂറാണ്. ഇതിലേക്കാണ് മനുഷ്യന്റെ ആദ്യം ഇന്ന് പലരുടെയും ഹൃദയം ചെന്നെത്തുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ജീവിത ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. അങ്ങനെ നേർക്ക് നേരെ ഒരു രോഗമുണ്ടാകുമ്പോൾ ഒറ്റയടിക്ക് അത് സിഹ്റാണെന്ന് തെറ്റിദ്ധരിക്കുകയും ആ സിഹറിന്റെ ബാധ ഒഴിപ്പിക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളോ കാര്യങ്ങളോ അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതല്ല അവരുടെ ഒരു രീതി. ഈ അവസ്ഥയിലേക്ക് മനുഷ്യർ ചിലപ്പോൾ എത്തിപ്പെടുന്നത് തവക്കുലിന്റെ കുറവ് കൊണ്ടാണ്. അള്ളാഹുവിലുള്ള ഈമാൻ കുറയുകയും തവക്കുല്, അയാളുടെ തവക്കുല് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള ആ ഈമാൻ കുറഞ്ഞു താഴേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് മനസ്സ് ചിതറുന്നത്, മനസ്സ് പതറുന്നത്. മറിച്ച് ഏതുതരം അസുഖമാണെങ്കിലും ആദ്യം അള്ളാഹുവിലേക്ക് തന്റെ ഹൃദയവുമായി തിരിയുക. എന്തസുഖാണെങ്കിലും അത് അള്ളാഹ് എനിക്ക് ശിഫയാക്കി തരട്ടെ, അള്ളാഹുവെ എനിക്കിത് നീ ശിഫയാക്കി തരണം എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥ ഉണ്ടായപ്പോ അത് ലബീദ് ചെയ്തതാണ്, അല്ലെങ്കിൽ വേറെ ആരോ ചെയ്തിരിക്കാൻ സാധ്യത ഉണ്ട്, ഒന്നുമല്ല. ദഅ സുമ്മ ദഅ സുമ്മ ദഅ. റസൂലുള്ളാഹി അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. ആ ആരിളത്ത് നീങ്ങിക്കിട്ടാൻ വേണ്ടി, ആ സിംറ്റം നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. സുമ്മ ദഅ. റസൂലുള്ള നിരാശയില്ലാതെ വീണ്ടും ദുആയിൽ തന്നെ മുഴുകിക്കൊണ്ടിരുന്നു. പക്ഷെ ആ ദുആ കൊണ്ടും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സുമ്മ ദഅ. പിന്നെയും റസൂലുള്ള ദുആ ചെയ്തു. അങ്ങനെ വീണ്ടും ആവർത്തിച്ച് 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 റസൂലുള്ളാഹിക്ക് വന്നുവിട്ടിരിക്കുന്ന ഈ രോഗലക്ഷണം, അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. ഒരിക്കലും റസൂലുള്ളാഹിന്റെ മനസ്സ് മറ്റൊന്നിലേക്ക് പോയില്ല. ഏതാണ്ട് ഈ അവസ്ഥ 6 മാസത്തോളം തുടർന്നു എന്ന് ചില റിവായത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവസാനം റസൂലുള്ളാഹിന്റെ തലയുടെ ഭാഗത്ത് ഒരാളും കാലിന്റെ ഭാഗത്ത് ഒരാളും വന്നു നിന്നു. അവർ പരസ്പരം സംസാരിച്ചു. അയാൾ ചോദിക്കുന്നു, മാ ബാലുർ റജുൽ, എന്താണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ? ഫഖാൽ, അപ്പോൾ കാലിന്റെ ഭാഗത്തുള്ള ആള് ശിരസിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, മാ ബാലുർ റജുൽ. അപ്പോൾ പറഞ്ഞു, മത്ബൂബ്, രോഗം ബാധിച്ചിരിക്കുകയാണ്, സിഹർ ബാധിച്ചിരിക്കുകയാണ്. തിബ് എന്ന് അറബിയിൽ പ്രയോഗിക്കുന്ന പദം, ആ വാക്ക് മിനൽ അളുദാദ്, അളുദാദിൽപ്പെട്ടിട്ടുള്ള വാക്കാണ്. അളുദാദ് എന്ന് പറഞ്ഞാൽ രോഗത്തിനും രോഗശമനത്തിനും രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് എന്നർത്ഥം. അങ്ങനെ ചില വാക്കുകളുണ്ട് അറബിയിൽ. ഏതുപോലെ ഖുർ വൽമുത്തല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ, ഖുർആനിൽ പറഞ്ഞൊരു പ്രയോഗമാണ്. അതുപോലെ ഖുറു, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അശുദ്ധിക്കും പറയും, സ്ത്രീകൾക്കുണ്ടാകുന്ന അശുദ്ധി മാറി ശുദ്ധിയാകുന്നതിനും പറയും. ശുദ്ധിക്കും പറയും, അശുദ്ധിക്കും പറയും. അങ്ങനെ പ്രയോഗിക്കുന്ന വാക്കുകൾക്കാണ് അളുദാദ് എന്ന് പറയാം. അങ്ങനെയുള്ളൊരു വാക്കാണ് തുബ്ബ് എന്ന് പറയുന്നത്. രോഗത്തിനും പറയും, രോഗശമനത്തിനും ആ വാക്ക് പറയും. അപ്പൊ മത്ബൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്കറിയാവുന്ന അർത്ഥം തബ്ബ, ചികിത്സിച്ചു, തിബ്ബുൻ ചികിത്സ, മത്ബൂബ് ചികിത്സ കിട്ടിയാള്, അതതിന്റെ ഒരു അർത്ഥമാണ്. മിദ്ദിൽ ഒന്നാണ്. രണ്ടാമത്തെ അർത്ഥം രോഗം ബാധിച്ചിരിക്കുകയാണ്. ഏത് രോഗത്തിനാണ് പറയുന്നത്? സിഹർ എന്ന രോഗത്തിനാണ് പറയുന്നത്. സിഹർ എന്ന് പറഞ്ഞാൽ ഒരു രോഗം എന്നതിന്റെ അപ്പുറത്തേക്ക് അതിനെ വേറെ വലിയൊരു കാര്യമാക്കേണ്ടതില്ല. മൊത്തം രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മനുഷ്യ ശരീരത്തിലെ രോഗങ്ങൾ ബാധിക്കുന്നത്. ഒന്ന്, മിൻ ഹാലത്തിൻ ശൈത്വാനിയത്തിൻ, പൈശാചികമായിട്ടുള്ള പിശാചിന്റേതായിട്ടുള്ള ഒരു ഹാലത്ത്, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും രോഗം വരാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം മിനസ്സുമൂം, ടോക്സിക് ആയിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള വസ്തുക്കൾ, അതുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം കൊണ്ടുവരാം. വിഷലിപ്തമായിട്ടുള്ള വസ്തുക്കൾ ചിലപ്പോൾ അതുമായി ഫിസിക്കൽ കോണ്ടാക്ട് വന്നാൽ
ചിലപ്പോൾ അത് ഇൻഹെയിൽ ചെയ്താൽ, ചിലപ്പോൾ അത് വെള്ളത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അത് കലർന്നിട്ടുണ്ടെങ്കിൽ ജലജന്യമായ രൂപത്തിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരികയാണെങ്കിൽ ആ രൂപത്തിൽ, അത് ഏതെങ്കിലും രൂപത്തിൽ ശരീരത്തിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ശരീരവുമായിട്ടുള്ള നേർക്കുനേരെയുള്ള ഭൗതികമായ കോണ്ടാക്റ്റിലൂടെയോ രോഗം വരാം. ഇതൊരു കാരണമാണ്. ഒന്ന് സുമൂം, മറ്റൊന്ന് ഹാല ശൈത്വാനിയ. ഇത് രണ്ടിന്റെയും ഇഫക്റ്റ് മനുഷ്യന്റെ ശരീരത്തെയും മനുഷ്യന്റെ മനസ്സിനെയും അത് ബാധിക്കുമെന്നുള്ളതാണ്. രോഗമെന്ന് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നതാണ്. ചിലപ്പോൾ മനസ്സിനെ ബാധിച്ചിട്ട് അതിന്റെ ലക്ഷണങ്ങൾ ശാരീരികമായിട്ട് പ്രകടമാകും. ചിലപ്പോൾ ശരീരത്തെ ബാധിക്കും, ശരീരത്തെ ബാധിച്ചതിന് ശേഷം അത് മനസ്സിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുകയും ചെയ്യും. രോഗം അങ്ങനെയാ വരിക. വെറും മനസ്സ്, വെറും ശരീരം, അതിന് മാത്രം രോഗമായി നിൽക്കുന്ന ഒരു സ്ഥിതി മനുഷ്യന് വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ശരീരത്തിന് ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സിനെയും ബാധിക്കും, മാനസികമായിട്ട് അയാളെ തളർത്തും. മനസ്സിനെ തളർത്തുന്ന ഒരു കാര്യം ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലൊതുങ്ങി നിൽക്കില്ല, അത് അയാളുടെ ശരീരത്തെയും ബാധിക്കും. ഇങ്ങനെ രണ്ട് കാരണത്താൽ വരാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഹാല ശൈത്താനിയ പൈശാചികമായ അവസ്ഥ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് സിഹ്ർ. അതിൽപ്പെട്ടിട്ടുള്ള മറ്റൊന്നാണ് ഐന്. അതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലുള്ള സിഹ്ർ, ഇതുപോലുള്ള രോഗങ്ങൾ വശം റസൂലുള്ളാഹിക്ക് ഏൽക്കുമെങ്കിൽ അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് ഹാല ശൈത്താനിയത്തും റസൂലുള്ളാഹിക്ക് ഏൽക്കും. പിശാച് റസൂലുള്ളാഹിനെ ഉപദ്രവിക്കാതിരിക്കുകയോ പിശാചിന് ഒരിക്കലും യാതൊരു തരത്തിലുള്ള ഉപദ്രവവും വരുത്താൻ കഴിയാത്ത വിധം അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് മറ്റ് മനുഷ്യരെ പിശാച് ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഉപദ്രവങ്ങൾക്കൊക്കെ റസൂലുള്ളാഹിനെയും വിധേയമാക്കും. റസൂലുള്ളാഹിനെയും പിശാച് എന്ത് ചെയ്യും? ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തുനിയുക തന്നെ ചെയ്യും. അത് തുനിഞ്ഞിട്ടുണ്ട്. നമസ്കാര സമയത്ത് പല സന്ദർഭത്തിലും ഒരു മനുഷ്യനുണ്ടാകുന്ന സാധാരണ നമ്മെപ്പോലുള്ള നബിമാരല്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് പിശാച് നമസ്കാരം മുറിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കും. ഓതാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണം അത് മുറിക്കാൻ, അത് ഓതിയാൽ കിട്ടാതെ അതിന് തടസ്സം ചെയ്യാൻ പിശാച് ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരത്തിൽ അതുപോലെ പിശാച് വന്നിട്ട് നമസ്കാരം മുറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള സന്ദർഭമുണ്ടായത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു മനുഷ്യർക്ക് പിശാച് ചില രോഗങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ റസൂലുള്ളാഹിക്ക് ഉണ്ടാക്കും. കാരണം ഈ കാര്യം അത് സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് അത് നുബുവത്തിന്റെ മഖാമു വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിന്റെ ഭാഗമായി സ്ഥിരപ്പെടുത്തിയ ഒരു കാര്യമാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ അൽ മക്കി അൽ ഖുറശി അലൈഹി അഫ്ളലുസ് സ്വലാത്ത് വഅസ്ക തസ്ലീം റസൂലുള്ളാഹി നബിയായിട്ട് വന്നപ്പോ അവർക്ക് റസൂലുള്ളാഹിനെ സ്വീകരിക്കാനുള്ള തടസ്സം, മാ ലിഹാദർ റസൂൽ, ഇതെന്തൊരു റസൂലാ, അള്ളാഹ് ഒരു ദൂതനെ മനുഷ്യലോകത്തിലേക്ക് അയക്കുന്നത് മനുഷ്യനെയാണോ അയക്കേണ്ടത്? യഅ്കുലു ത്വആം, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു, വയംശീ ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇതെന്തൊരു നബിയാണ്, അയാളെ ഞങ്ങൾ നബിയായിട്ട് അംഗീകരിക്കൂല. ഇതാണ് മുശ്രിക്കുകളുടെ വാദം തന്നെ. മനുഷ്യനായ പ്രവാചകനെ ഞങ്ങൾ അംഗീകരിക്കൂല. അള്ളാഹ് മനുഷ്യലോകത്തേക്ക് അവരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ടൊരു ദൂതനെ നിയമിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടൊരു മലക്കിനെ അയച്ചില്ല? ഇതായിരുന്നു അവരുടെ ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള നുബുവത്തിന്റെ മഖാം അള്ളാഹ് വിശദീകരിച്ചു കൊടുത്തു. മുഹമ്മദ് നബിക്ക് മുമ്പ് മനുഷ്യരാശിയിലേക്ക് നിയോഗിച്ചയച്ചിട്ടുള്ള അമ്പിയാക്കന്മാരൊക്കെ മുഹമ്മദ് നബിയെ പോലെ തന്നെ മനുഷ്യരായിരുന്നു ജനങ്ങളെ. അവർ അങ്ങാടിയിലൂടെ നടക്കുന്നവരാണ്, അവർ ഭക്ഷണം കഴിക്കുന്നവരാണ്, അവർ വിവാഹം കഴിക്കുന്നവരാണ്, കുട്ടികളുണ്ടായിട്ടുള്ളവരാണ്. വജഅൽനാ ലഹും ബനീന വഹഫദ, അവർക്കൊക്കെ മക്കളുണ്ടായിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ടായിട്ടുണ്ട്, പേരക്കുട്ടികളുണ്ടായിട്ടുണ്ട്.
മനുഷ്യനാണ്. ഇനി മനുഷ്യനല്ലാത്ത ഒരു മലക്കിനെ അള്ള റസൂലാക്കി അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ട്? ഇന്ന് മുഹമ്മദ് നബി നിങ്ങളോട് ദഅവത്ത് നടത്തുമ്പോൾ റസൂലുള്ള കൊണ്ടുവന്നിട്ടുള്ള ഈ ദഅവത്ത് നിങ്ങൾ അംഗീകരിക്കാതെ ധിക്കരിച്ചാലും അള്ളാഹു നിങ്ങൾക്കിവിടെ മുഹ്ലത്ത് നൽകുന്നു, അള്ളാഹു നിങ്ങൾക്കിവിടെ സാവകാശം നൽകുന്നു. അള്ള പിടിക്കുന്നില്ല, ഒറ്റപ്പിടുത്തം പിടിക്കുന്നില്ല. മറിച്ച് ഒരു മലക്കിനെയാണ് അള്ള നിയോഗിച്ചയച്ചിരുന്നത് എങ്കിൽ മലക്ക് വന്നിട്ട് നിങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കും. അത് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം തീർത്തിരിക്കും. അപ്പൊ അത് വേണ്ട എന്ന് കരുതി റഹ്മത്തൻ ബിൽ ഖൽഖ്, അള്ളാഹുവിന്റെ ഖൽഖുകളോട് കാണിച്ചിട്ടുള്ള റഹ്മത്തിന്റെ ഭാഗമായിട്ടാണ് അവരിൽ നിന്ന് തന്നെയുള്ള ആ വർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട അവരിൽ നിന്ന് തന്നെ അവർക്ക് പരിചയമുള്ള 40 കൊല്ലം അവരുടെ ഇടയിൽ ജീവിച്ച ഒരു പ്രവാചകനെ നിയോഗിച്ചയക്കുന്നത്. രണ്ടാമത്തേത്, ഒരു മലക്കിനെയാണ് അള്ളാഹ് നിയോഗിക്കുന്നത് എങ്കിൽ എങ്ങനെ മലക്കിന്റെ തനത് രൂപത്തിൽ അയച്ചാൽ ആർക്കും കാണാനും ആർക്കും സംവദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനും കൊടുക്കാനും സാധിക്കൂല. അപ്പൊ ആ മലക്കിനെ എങ്ങനെ അയക്കണം? മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതവുമായിട്ട് ഇണങ്ങുന്നവനും മനുഷ്യന്റെ സ്വാഭാവികമായ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളക്കൊടുക്കകൾ നടക്കാവുന്ന അഥവാ വാങ്ങാനും കൊടുക്കാനും പറ്റുന്ന ഒരു രൂപത്തിൽ മലക്കിന്റെ തനത് രൂപം മാറ്റി ഒരു മനുഷ്യരൂപത്തിലേക്ക് മലക്കിനെ മാറ്റിയിട്ട് വേണം പറഞ്ഞയക്കാൻ. അങ്ങനെ അയക്കുകയാണെങ്കിൽ ഇതൻ ലബസ്ന അലൈഹിം മാ യൽബിസൂൻ. അപ്പോ ഈ ആശയക്കുഴപ്പമൊക്കെ അവിടെ വീണ്ടും വന്നു. ഇത് മലക്കോ? മനുഷ്യകോലത്തിൽ ഇങ്ങനെയുണ്ട് ഒരു മലക്ക് എന്നാകും. അപ്പൊ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നബിയായി നിങ്ങൾക്ക് റസൂലായി നിയോഗിച്ചു തന്നിട്ടുള്ളത് മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെ അതേ വർഗത്തിൽപ്പെട്ട അതേ മനുഷ്യരിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് സംഭവിക്കുന്നതൊക്കെ മുഹമ്മദ് നബിക്കും സംഭവിക്കുക തന്നെ ചെയ്യും. മുഹമ്മദ് നബി രോഗം വരും, രോഗത്തിൽപ്പെട്ട രണ്ടും നബിയെ ബാധിക്കും. ഹാല ശൈത്താനിയ കൊണ്ടുണ്ടാകുന്ന രോഗം ഉണ്ടാകും, സുമൂമുകൾ കൊണ്ടുണ്ടാകുന്ന രോഗം ഉണ്ടാകും. അതുപോലെ തന്നെ നബി വിവാഹം കഴിക്കും, നബി അങ്ങാടിയിലിറങ്ങും, നബി അങ്ങാടിയിലൂടെ നടന്നു പോകും, ഭക്ഷണം കഴിക്കും, ഒക്കെ സ്വാഭാവികമാണ്. ആ സ്വാഭാവികത അത് തെളിയിക്കുന്നതിന്റെ ഭാഗമായി അള്ളാന്റെ ഹിക്മത്ത് താല്പര്യപ്പെട്ടതനുസരിച്ച് റസൂലുള്ളാഹിക്ക് സുമൂമുകൾ കൊണ്ടുണ്ടായിട്ടുള്ള രോഗം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഹാല ശൈത്താനിയ കൊണ്ടുണ്ടായിട്ടുള്ള സിഹ്ർ അതും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ രോഗം വന്നപ്പോ രോഗം ഏത് കാരണത്താൽ വന്നാലും അത് ഹാല ശൈത്താനിയത്താണെങ്കിലും സുമൂമാണെങ്കിലും അതിന്റെ ആദ്യത്തെ പരിഹാരം ഞാൻ പറഞ്ഞതുപോലെ യതവജ്ജഹുൽ അബ്ദു ബിഖൽബിഹി ഇലാ റബ്ബിഹി ജല്ല വഅല, ഒരു മനുഷ്യൻ തന്റെ റബ്ബിലേക്ക് തന്റെ ഹൃദയവുമായിട്ട് തിരിഞ്ഞിട്ട് റബ്ബേ എനിക്ക് നീ ശിഫ നൽകണേ എന്ന് പറയലാണ്. അവസാനം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ മത്ബൂബാണ് എന്ന് പറഞ്ഞു. ഐ മസ്ഹൂർ ഖാല വമൻ തബ്ബഹു. അപ്പോൾ കാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആള് ശിരസിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുന്നു, ആരാണ് ഇദ്ദേഹത്തിന് തിബ്ബ് ചെയ്തത്, സിഹ്ർ ചെയ്തത്? ഖാല ലബീദ് ഇബ്നു അഅ്സം, ലബീദ് ഇബ്നു അഅ്സമാണ് ചെയ്തിട്ടുള്ളത്. റജുലുൻ മിൻ ബനി സുറൈഖ്, ബനൂ സുറൈഖ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് ലബീദ് ഇബ്നു അഅ്സം. ഹരീഫുൽ യഹൂദ് കാന മുനാഫിഖൻ, അദ്ദേഹം യൂതന്മാരുടെ ഒരു സഖ്യകക്ഷിയാണ്. അദ്ദേഹം മുനാഫിഖായിട്ടാണ് നിലകൊണ്ടിരുന്നത്. നബിയെയും സഹാബത്തിനെയും കാണുമ്പോൾ മുസ്ലിമായിട്ട് അഭിനയിക്കും, ഉള്ളിൽ വിശ്വാസമില്ലാത്ത ആളാണ്. ജൂതന്മാരോട് സഖ്യത്തിലുള്ള ആളാണ്. അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം റസൂലുള്ളാഹിക്ക് സിഹ്ർ ചെയ്തിട്ടുള്ളതാണ്. ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് നുസ്രത്ത് വരുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഹല്ലാ തനശ്ശർത്, നബിയെ താങ്കൾ അത് നശ്ർ ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാണ് അത് താങ്കൾക്ക് അത് നശ്ർ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെപ്പോഴ് അങ്ങനെ അത് എന്തിനാണ് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചീകുന്ന സമയത്ത് തലയിൽ നിന്ന് കൊഴിയുന്ന കുറച്ച് മുടികൾ, അതുപോലെ തന്നെ ചീർപ്പ്, അത് ഒരു ഈത്തപ്പനയുടെ കൂമ്പാള എടുത്തിട്ട് അതില് ആ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തിട്ട് അതിന്റെ വിക്രിയകളെല്ലാം പൂർത്തീകരിച്ചിട്ട്
ഒരു കിണറ്റിൽ കൊണ്ടുപോയി കിണറ്റിന്റെ അടിയിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ കാര്യം കൂടി പറഞ്ഞു. കാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആള് ശിരസിന്റെ ഭാഗത്തുള്ള ആളോട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് ആ കിണറിന്റെ അടുക്കൽ ചെന്നു. ആ കിണർ പരിശോധിച്ചു. പറഞ്ഞ പ്രകാരം അത് കിട്ടി. അതിനെക്കുറിച്ച് പറയുന്നിടത്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അതിനെ നശ്ർ ചെയ്തുകൂടായിരുന്നോ? ആ നശ്ർ പറയുന്നത് നുശ്റത്തുമായി ബന്ധമുള്ളതാണ്. ഹദീസിന്റെ ഗരീബായ പദങ്ങൾ വിശദീകരിക്കുന്ന വ്യാഖ്യാതാക്കൾ ഈ കാര്യം പറയുന്നത് നശ്റിന് അവിടെ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന ഹല്ലാ തനശ്ശർത് എന്ന പദത്തിന് രണ്ട് രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഇത് ജൂതന്മാര് ചെയ്യിച്ചതാണ്, ജൂതന്മാരുടെ വസായത്തിൽ ലബീദ് ബിൻ അഅ്സമാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം അത് പ്രചരിപ്പിക്കുകയും എന്നിട്ട് ജൂതന്മാർക്കെതിരിൽ നടപടി കൈക്കൊള്ളുകയും ചെയ്തുകൂടായിരുന്നോ എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നത്, എനിക്കുള്ള രോഗം അല്ലാഹ് ശിഫയാക്കി തന്നു, പിന്നെ ഞാൻ അതിന്റെ പേരിൽ പിന്നീട് ഒരു ഷർറ് അത് ഇളക്കിവിടുന്നത് ഷർറുണ്ടായിത്തീരുന്നത് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ട് അത് നശ്ർ ചെയ്തില്ല. അത് ആ അധ്യായം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. രണ്ടാമത്തത് ഹല്ലാ തനശ്ശർത് എന്നതിനുള്ള രണ്ടാമത്തെ മാന, രണ്ടാമത്തെ വ്യാഖ്യാനം, അതിനെന്തുകൊണ്ട് നബിയെ താങ്കൾ പുറത്തെടുത്തിട്ട് വേർപ്പെടുത്തിക്കൂടായിരുന്നോ? അത് നശ്റാണ്. അത് ചെയ്തു വച്ചിരിക്കുന്ന വസ്തുക്കൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് എടുക്കുകയും അത് ഓരോന്നായിട്ട് വേർപ്പെടുത്തിയിട്ട് അതിനെ ചിതറിക്കുകയും ചെയ്യുക, അതിനെ നശിപ്പിക്കുകയും ചെയ്യുക, എങ്കിൽ അതിന്റെ മഫ്ഊൽ, അതിന്റെ ഇഫക്റ്റ് ഇല്ലാതായിത്തീരും. ഇതാണ് നശ്റിന്റെ രണ്ടാമത്തെ രൂപം. ഇത് സിഹ്ർ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിഹ്റിന്റെ ഫലം അസാധുവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതാകാവുന്നതുമാണ്. വലൈസ ഫീഹി മഹ്ദൂർ, വലൈസ ഫീഹി മഹ്ദൂർ. അതിൽ ഭയപ്പെടാനൊന്നുമില്ല. ആ വസ്തു എടുക്കുന്നു, അത് നശിപ്പിക്കുന്നു. അത് എടുത്ത് നശിപ്പിക്കുന്നതോടുകൂടി അത് മുഖേന ആർക്കെങ്കിലും അള്ളാന്റെ പ്രത്യേക ഇതിന് പ്രകാരം ളുറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ളുറ് അവസാനിക്കുന്നതിന് അത് കാരണമായി തീരും. അള്ളാന്റെ ഇതിനോട് കൂടി അത് മുഖേന ഉണ്ടായിട്ടുള്ള ളുറ് അള്ളാഹ് അവസാനിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഇത് സാധ്യമാണോ? സാധാരണഗതിയിൽ അങ്ങനെ സിഹ്ർ ചെയ്യുന്ന ഒരാള് അത് പറഞ്ഞു കൊടുക്കുകയോ കൊടുക്കില്ല. അയാളത് ചെയ്യുമ്പോൾ നാലാള് കാണുക ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണോ അത് സൂക്ഷിച്ചു വെക്കുക, ചെയ്തു വെക്കുക? അതുമല്ല. അപ്പൊ അത് സ്വകാര്യമായി തന്നെ കിടക്കും. അപ്പൊ അത് സാധ്യമല്ല. വളരെ 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 റെയറായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? രണ്ട് രൂപത്തിലാണ് കിട്ടുക. ഒന്നുകിൽ റസൂലുള്ളാന്റെ കാര്യം കിട്ടിയത് അത് റസൂലുള്ളാക്ക് മാത്രം ബാധകമാണ്, നമുക്ക് കിട്ടാൻ നിവൃത്തില്ല. റസൂലുള്ളാഹ്ക്ക് ചെയ്തു വെച്ചുള്ള സിഹ്ർ അറിഞ്ഞത് അള്ളാഹ് രണ്ട് മലക്കുകളെ പറഞ്ഞയക്കുകയും ഒരാൾ കാലിന്റെ ഭാഗത്തും ഒരാൾ തലയുടെ ഭാഗത്തും നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് അള്ളാഹ് വഹയിലൂടെ അറിയിച്ചു കൊടുത്തതുകൊണ്ടാണ് റസൂലുള്ളാഹ്ക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്കത് കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല. പക്ഷെ നമുക്ക് കിട്ടാൻ റയറായ രണ്ട് ചാൻസ് ഉണ്ട്. ഒരു ചാൻസ്, ഇങ്ങനെ സിഹ്ർ ചെയ്ത ആളോടൊപ്പം സഹകരിച്ച ഒരാൾ, അയാളുടെ മനസ്സ് ചിലപ്പോൾ മാറാം. ആ സിഹ്ർ ചെയ്ത ആൾ ഒരു തിന്മക്ക് രണ്ടാൾ ഒരുമിച്ച് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ആ തിന്മ കുറെ കാലം മുന്നോട്ട് പോകുന്നു വിചാരിക്കണ്ട. കുറച്ചു കഴിയുമ്പോ തിന്മയുടെ കൂട്ടാളികൾ തമ്മിൽ തെറ്റും. അപ്പൊ അയാൾ വന്നിട്ട് പറയും, മറ്റേ ആള് ഇയാളോടൊപ്പം നിന്നിട്ട് സിഹ്ർ ചെയ്യാൻ കൂട്ടി നിന്നിട്ടുള്ള ആള് പറയും, നിങ്ങൾക്ക് ഇന്ന ആള് സിഹ്ർ ചെയ്തിട്ടുണ്ട്, ഇന്നടത്ത് ഇന്നയിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തരാൻ അത് വളരെ ചെറിയൊരു ചാൻസേ ഉള്ളൂ. ശരി, അങ്ങനെ വല്ല കാരണവശാലും മറിഞ്ഞാൽ അവിടെ പോയിട്ട് അത് എടുത്തു, അത് നശിപ്പിച്ചു, നശ്ർ ചെയ്തു. അത് അതിനുള്ളൊരു പരിഹാരമാണ്. പക്ഷെ ഇത് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ വളരെ റയറാണ്, നിങ്ങൾക്കറിയാം. വളരെ അല്ലെങ്കിൽ പിന്നെ ആരും പറഞ്ഞു തരാനില്ല, ചെയ്ത ആളോ ചെയ്യാൻ കൂട്ടുന്ന ആളോ ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. പക്ഷെ യാദൃച്ഛികമായിട്ട്
അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിന്റെ പിൻഭാഗത്തുള്ള ഒരു തെങ്ങിന്റെ അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ തടം തുറന്നിട്ട് അതിന് മണ്ണ് മാന്തിയിട്ട് അവിടെയാണ് വിചാരിക്കുക. നമ്മള് ഓരോ വർഷത്തിലും തെങ്ങ് തടം തുറക്കാറുണ്ട്. അപ്രകാരം ആ തവണ തടം തുറന്ന് നോക്കുമ്പോൾ ആ പണി എടുക്കുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് അതിലെത്തിപ്പെട്ടു. ആ വസ്തു എടുത്തു, കണ്ടു, ഇതാരോ ചെയ്തു വെച്ചാണല്ലോ, അത് നശിപ്പിച്ചു. ഇതും വളരെ റെയറായിട്ട് നടക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ അത് ചെയ്ത ആളോ ചെയ്യാൻ കൂട്ടുന്ന ആളോ പറഞ്ഞു തന്നതുകൊണ്ടോ അതല്ലെങ്കിൽ വളരെ യാദൃച്ഛികമായി അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അത് നമ്മൾ കാണുകയോ ചെയ്താൽ അതെടുത്ത് നശിപ്പിക്കുന്ന കാര്യം അതിന് തെറ്റില്ല, അതിന് വിലക്കില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് മുഖേന ഉണ്ടായിട്ടുള്ള ആ ഉപദ്രവങ്ങൾ അത് നശിപ്പിക്കുന്നതോടുകൂടി, നശ്ർ ചെയ്യുന്നതോടുകൂടി, ഹല്ല് ചെയ്യുന്നതോടുകൂടി അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവം അവസാനിക്കുകയും ചെയ്യും. ഇതാണൊരു രീതി. ഇത് വിലക്കില്ലാത്തൊരു നശ്റത്താണ്. രണ്ടാമത്തെ ഒരു നശ്റത്തുണ്ട്. രണ്ടാമത്തെ ഒരു നശ്റത്ത്, ആ നശ്റത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും അതാണ് അതിന്റെ ശരിയായ രീതി. ഇത് ബൈ ചാൻസിൽ വരുന്ന ഒരു കാര്യം അപ്പ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു നശ്റത്തുണ്ട്. ആ നശ്റത്ത് എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ നമുക്ക് ഒരു രോഗം ബാധിച്ചാൽ അത് ഏത് തരത്തിലുള്ള രോഗമാണ് നമുക്കറിയില്ല. ഹാല ശൈത്താനിയ കൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ സുമൂമ് കൊണ്ടുണ്ടായിട്ടുള്ളതാണോ, അതിനൊക്കെ നമുക്കുള്ള പരിഹാരം അദ്വിയ മുബാഹ വറുഖ. ആദ്യം റുഖയാണ് പറയേണ്ടത്. ഖുർആനിലും സുന്നത്തിലും മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ ഇറക്കിക്കൊടുത്ത് റസൂലുള്ള പഠിപ്പിച്ചു തന്ന ദുആകൾ, രോഗം മാറിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള ദുആകൾ നടത്തുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് ശമനം കിട്ടുന്നതിന് വേണ്ടി ചില വസ്തുക്കൾ മരുന്നായിട്ട് ഉപയോഗിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതുപോലെ മദീനയുടെ അപ്പർ ലാൻഡുകളിൽ ഉണ്ടാകുന്ന അജ്വ, കാരക്ക പോലെയുള്ള വസ്തുക്കൾ അത് കഴിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒരാൾ ഉപയോഗിച്ചാൽ അതും നശ്റത്തിന്, അയാളെ വന്ന് ബാധിച്ചിരിക്കുന്ന ആ ബാധ ഒഴിവാകുന്നതിന് കാരണമാകും. ഇതും നശ്റത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മളോട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതാണ്. അപ്പോ ഒരു രോഗം ബാധിച്ചാൽ അത് സിഹ്റ് കൊണ്ടാകാം, അല്ലാത്തതാകാം, അത് വേർതിരിക്കാൻ നടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹിനോടുള്ള ദുആണ്. ഇനി ആ ദുആ കൊണ്ടും അതുപോലെ തന്നെ അറിയപ്പെട്ട മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്ന് കൊണ്ടും ചികിത്സിച്ചു, അങ്ങനെ ചികിത്സിച്ചിട്ട് മാറുന്നില്ല, നമ്മുടെ മനസ്സ് അത് സിഹ്റാണോ എന്ന സംശയത്തിലേക്കൊക്കെ അവസാനം പോയാൽ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്, ഈ നശ്റത്താണ്. അഥവാ അർറുഖ വൽ അദ്വിയത്തുൽ മുബാഹ. അല്ലാഹു ഖുർആനിലും ഹദീസിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള രോഗശമനത്തിന് വേണ്ടിയിട്ട് നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, ആ റുഖിയകൾ നടത്തുകയും അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ശിഫ ലഭിക്കുന്നതിന് കാരണമാക്കി അല്ലാഹു വെച്ചിട്ടുള്ള മരുന്നുകൾ ചിലത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇപ്പൊ രണ്ടെണ്ണായി. ഈ രണ്ടെണ്ണത്തിനും കുഴപ്പമില്ല. എന്നാൽ മൂന്നാമത്തെ ഒരു സംഭവമുണ്ട്. മൂന്നാമത്തെ ഒരു സംഭവം നാട്ടിൽ നടക്കുന്ന രീതി, ജാഹിലിയ്യത്തിലുണ്ടായിരുന്ന രീതി. ഇന്നും ആ ജാഹിലിയ്യത്തിന്റെ സ്വഭാവം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ, മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതിയുണ്ട്. അത് വിലക്കപ്പെട്ട രീതിയാണ്. എനിക്ക് രോഗം വന്നു, അല്ലെങ്കിൽ ഒരു ദുരിതം വന്നു, ആദ്യം തന്നെ ആരോ എനിക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ട്. അതന്നെ ഖിലാഫുൽ അസ്ൽ. ഖിലാഫുൽ അസ്ൽ. ഒരു രോഗം വരുമ്പോ രോഗത്തോട് ഒരു മനുഷ്യന്റെ മനസ്സ് പ്രതികരിക്കേണ്ട അസുരിയായ രൂപത്തിന് വിരുദ്ധമാണത്. അങ്ങനെ ഒരാളുടെ മനസ്സ് അയാളോട് പറയുന്നു, അല്ലെങ്കിൽ മനസ്സതിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. അയാളുടെ ഈമാൻ, അയാളുടെ തവക്കുൽ വളരെ താഴെയാണ്. അപകടകരമായ നിലയിലേക്ക് ഈമാനും തവക്കുലും താണുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈമാനിനെയും തവക്കുലിനെയും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ, അഥവാ ഇബാദത്തുകളും പുണ്യകർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയാണ് അയാൾ ചെയ്യേണ്ടത്. അയാൾ സ്വാഭാവികമായി അതിനുള്ള ദുആകൾ നടത്തണം. രോഗം മാറിക്കിട്ടാനുള്ള ദുആകളും അനുവദിക്കപ്പെട്ടിട്ടുള്ള മുബാഹായ മരുന്നുകളും അങ്ങനെ സിംറ്റമാറ്റിക് ആയിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം.
എന്നിട്ട് അയാളുടെ മനസ്സിങ്ങനെ പറയാണ്, അല്ല ആരോ എനിക്ക് സെഹർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത് അയാൾ ഒന്നും കൂടി മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. അയാള് ആ സെഹർ ആര് ചെയ്തു, എന്തിൽ ചെയ്തു, എവിടെ ചെയ്തു, അത് കണ്ടെടുക്കാനുള്ള വഴിയെന്ത്, അത് നശിപ്പിക്കാനുള്ള വഴിയെന്ത്, ചെയ്തവന് പകരം തിരിച്ചൊന്നു വെക്കാനുള്ള വേലയെന്ത് എന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ്. അത് അന്വേഷിച്ചാൽ വളരെ എളുപ്പമാണ്. ചിലപ്പോൾ മേലാറ്റൂർ വരെ ബസ് കയറേണ്ടേലുള്ളൂ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെരിന്തൽമണ്ണ വരെ പോകേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വയനാട്ടിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് കോഴിക്കോട് ചിലപ്പോൾ ചില ആൾക്കാർ വരും, അവരൊന്ന് കാണേണ്ടി വരും. കണ്ടാൽ അവരെല്ലാ കാര്യവും ഒത്താശ ചെയ്തോളും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കറിയാം, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. ചെന്നാൽ അവർ ചെന്നിട്ട് നാശിറും മുന്തശിറും, ഇദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ആ സിഹ്ർ ബാധ ഒഴിപ്പിക്കുന്ന ആള്, അതുപോലെ തന്നെ ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് ചെല്ലുന്ന മുന്തശിർ, ഈ രണ്ടാളുകളും പിശാചിലേക്ക് സാമീപ്യം തേടുകയും പിശാചിന്റെ സഹായം ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് ആ ചെയ്തിട്ടുള്ള സെഹർ കണ്ടെത്തി നശിപ്പിക്കുകയും അതിന് പകരം തിരിച്ചു വെക്കണമെങ്കിൽ തിരിച്ചു വെക്കുകയും ചെയ്യും. തിരിച്ചു വെക്കുന്ന തൽക്കാലം അവിടെ നിൽക്കട്ടെ, തന്നെ ബാധിച്ചിട്ടുള്ളത് ഇന്ന സ്ഥലത്താണ്, ഇന്നതിലാണ്, ഇന്നാളാണ് ചെയ്തത്, അത് ഹല്ല് ചെയ്യാൻ, നശ്ർ ചെയ്യാൻ പിശാചിന്റെ സഹായം ചോദിച്ചുകൊണ്ട് അത് കണ്ടെത്തിയെടുത്ത് നശിപ്പിക്കുന്നതിലേക്ക് പോകും. അത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ്, അതിന്റെ മഫ്ഊൽ ഒഴിവാക്കുന്നതിന് വേണ്ട പൈശാചികമായ ഇത്തരം പ്രവർത്തനങ്ങളോ ചെയ്യും. ഈ നശ്റത്ത് അത് വിലക്കപ്പെട്ടതുമാണ്. ഇത് സിഹറിന്റെ ഇനത്തിൽ തന്നെ പെട്ടതാണ്. അപ്പൊ 3 തരത്തിൽ കാര്യങ്ങളെ ഞാൻ വിശദീകരിച്ചു. ഒന്ന്, ഒരാൾക്ക് അഥവാ ഒരു രോഗം വന്നാൽ ആദ്യം തന്നെ സിഹർ എന്ന ഓപ്ഷനിലേക്ക് പോകാൻ പാടില്ല. അത് ഈമാനും തവക്കുലും കുറയുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ ദുർബലമായ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു. നബിയുടെയും സഹാബത്തിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ വറളിയ അൻഹും അജ്മഈൻ അവരുടെ ജീവിതത്തിന്റെ താളുകൾ ഓരോന്ന് പരിശോധിച്ചു നോക്കൂ. അവരിങ്ങനെ ഇത്തരം ഒരു ഓപ്ഷനിലേക്ക് ആദ്യം തന്നെ പോവുകയും എന്നിട്ട് സിഹർ എങ്ങനെ ഒഴിവാക്കി കിട്ടി അതിന്റെ പിന്നാലെ അവർ പോകാറുണ്ടായിരുന്നില്ല. ഏത് തരം രോഗമാണെങ്കിലും അവരുടെ ആദ്യത്തെ ഓപ്ഷൻ അത് റുഖിയകളാണ്, അള്ളാഹിനോട് ശിഫയാക്കി തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്, പിന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള അറിയപ്പെട്ട മരുന്നുകളാണ്. ഇതാണ് അവർ ചെയ്യുന്നത്. സിഹർ വന്നാൽ ആ സിഹർ ഒഴിവാകുന്നതിന് 3 രൂപത്തിൽ നമുക്ക് പറ്റും. 3 രൂപത്തിൽ കാര്യങ്ങൾ നടക്കാം. നമുക്ക് പറ്റും എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടു എന്നുള്ളതല്ല, അതിൽ 2 നമുക്ക് പറ്റും. ഒന്ന്, ആ സിഹർ ചെയ്തു വെച്ചാളോ ചെയ്തു വെക്കാൻ കൂട്ടുനിന്നാളോ നമുക്കത് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് നമ്മളത് കാണുകയോ ചെയ്താൽ എടുത്തു നശിപ്പിക്കാം. അത് നശ്റാണ്, അതിൽ വിലക്കില്ലാത്തതാണ്. ഈ 2 അത് ചെയ്ത ആളോ ചെയ്യാൻ കൂട്ടുന്ന ആളോ പറഞ്ഞു തന്നു, അപ്പോൾ അതെടുത്ത് നശിപ്പിച്ചു. അല്ലെങ്കിൽ ആരും പറഞ്ഞു തന്നില്ല, വളരെ യാദൃച്ഛികമായിട്ട് മറ്റെന്തോ നമ്മളിങ്ങനെ നമ്മുടെ പെരയുടെ ചുമരിന്റെ മോൾഭാഗം പെയിന്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ 1-2 സാധനങ്ങൾ കാണുന്നത്. ആരെ കൊണ്ടുവച്ചെന്ന് അറിയില്ല. ആര് കൊണ്ടുവച്ചാൽ എന്താ, ആ സംഗതി എടുത്തു നശിപ്പിച്ചു, നശ്ർ ചെയ്തു. അത് നശ്ർ ചെയ്തതിന് ശേഷം കുറച്ചു കാലമായിട്ട് വീട്ടിൽ കുറെ പ്രശ്നങ്ങളും വീട്ടിലാകെ ദുരിതവും അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റലും പിണങ്ങലും അങ്ങനെയൊക്കെയാണ്. അതെല്ലാം അതോട് കൂടിയിട്ട് അള്ളാന്റെ ഇതിനോട് കൂടിയിട്ട് അതങ്ങ് ശിഫയാകുകയും ചെയ്തു. ഇത് യാദൃച്ഛികമായി കണ്ടെത്തുന്നതാണ്. ഇങ്ങനെയാണ്. ഈ 2 ഒരു കുഴപ്പമില്ലാത്തതാണ്. ഇനി ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് നശ്ർ ചെയ്യാൻ ഇത് കണ്ടുകിട്ടാത്ത സന്ദർഭത്തിൽ, ഇനി കണ്ടുകിട്ടിയാലും ഇല്ലെങ്കിലും ആദ്യമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് ദുആകൾ കൊണ്ട്, റുഖിയകൾ കൊണ്ട്, ജായിസായ മരുന്ന് കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. എന്നാൽ പാടില്ലാത്ത, ശറഅ് നമുക്ക് അനുവദിച്ചു തരാത്ത ഒരു നശ്റുണ്ട്. ആ നശ്ർ ഒരു സാഹിറിനെ സമീപിക്കുകയും സാഹിർ തത്തുല്യമായിട്ടുള്ള ഒരു പ്രവർത്തനം സിഹറിലൂടെ അതിനെ നിഷ്ഫലമാക്കി കൊടുക്കുകയും ചെയ്യുന്നത്, അത് പാടില്ലാത്തതാണ്. ഈ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിച്ചിട്ടുള്ളത് ആണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുക. ഖാലൽ ഹസൻ പറഞ്ഞു. ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ബസരി റഹിമഹുല്ലാഹ്, താബിഉകളിൽ അഗ്രേസരനായിരിക്കുന്ന
ഹസൻ ഇബ്നു യസാർ അൽ-ബസ്രി المدني مولى الأنصاري مولاهم رحمه الله تعالى അദ്ദേഹം പറഞ്ഞു അന്നുശ്റത്തു മിനസ്സിഹ്ർ നുശ്റത്ത് സിഹ്റിൽ പെട്ടതാണ്. ഇവിടുത്തെ അലിഫുൽ ലാമും അന്നുശ്റത്തു എന്ന് പറയുമ്പോൾ നുശ്റത്തിന്റെ മുമ്പ് ചേർത്തിട്ടുള്ള അലിഫുൽ ലാമും ഉണ്ടല്ലോ, അതിനെ അറബി ഭാഷയിൽ പറയാ വല്ലാമുലിൽ അഹദ് എന്നാ പറയാ. അഹദിന്റെ ലാമാണ്, അഹദിന്റെ അലിഫുൽ ലാമുമാണ്. എന്താ അഹദിന്റെ അലിഫുല്ലാമും? അപ്പൊ അന്നുശ്റത്തു എന്ന് പറഞ്ഞാൽ അന്നുശ്റത്തു അൽ മഅഹൂദത്തു ഇൻദന്നാസ്, ജനങ്ങളുടെ അടുക്കൽ ചിരപരിചിതമായിരിക്കുന്ന നുശ്റത്ത് അഥവാ ഒരു സിഹറിനെ അസാധുവാക്കി കൊടുക്കുന്ന ഒരു സിഹറിനെ അത് നിഷ്ക്രിയമാക്കി കൊടുക്കുന്ന പ്രവൃത്തി, ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട ജാഹിലിയ്യ കാലത്ത് അറിയപ്പെട്ട പ്രവൃത്തി, അത് മിനസ്സിഹർ, അത് സിഹർ തന്നെയാണ്, സിഹർപ്പെട്ടതാണ്, സംശയം വേണ്ട. എനിക്കൊരു സിഹർ ബാധിച്ചു, കുട്ടിനായിട്ട് അല്ലെങ്കിൽ ആർക്കാണോ ബാധിച്ചത് അവനായിട്ട് നേരെ തങ്ങളടുക്കലേക്ക് പോയി, അല്ലെങ്കിൽ നേരെ മൂലയുടെ അടുക്കലേക്ക് പോയി, അല്ലെങ്കിൽ നേരെ ഒരു ബീവിന്റെ അടുക്കലേക്ക് പോയി, അല്ലെങ്കിൽ ഇതേമാതിരത്തെ ഇസ്മിന്റെയും ഫെയിലിന്റെയും ഹർഫിന്റെയും ഒക്കെ പണി ചെയ്തു കൊടുക്കുന്ന ഏതോ ചില ആൾക്കാരുണ്ട്, ഓലടുക്കലേക്ക് പോയി, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷദ്വീപിൽ നിന്ന് മാസത്തിലൊരിക്കൽ കോഴിക്കോട് വരുന്ന ഒരാളിന്റെ ആളടുക്കലേക്ക് പോയി, അയാൾ അത് ചെയ്തു കൊടുത്തു, അയാൾ അത് നിഷ്ഫലമാക്കി കൊടുത്തു. ആ നിഷ്ഫലമാക്കി കൊടുക്കുന്ന ആ നുശ്റത്തിന്റെ രീതി, അതാണ് മഅഹൂദായ നുശ്റത്ത്, അതാണ് ജാഹിലിയ്യത്തിൽ നിലനിന്നു പോന്നതും അറിയപ്പെട്ടതുമായ രീതി. അത് തന്നെ ഇന്നും മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ തന്നെ ആ തെറ്റായ ജാഹിലിയ്യത്ത് തുടർന്നു വരുന്നു. അത് മിനസ്സിഹർ, സംശയം വേണ്ട, അത് സിഹറിൽപ്പെട്ടതാണ്. ഇതാണ് ഹസനുൽ ബസ്രി പറഞ്ഞത്. അതുകൊണ്ടാണ് വഖദ് നശർതു അൻഹു തൻശീറൻ, സാധാരണ പറയും വമിൻഹു അൽ ഹദീസ് ഫലഅല്ല തുബ്ബൻ അസാബഹു ثم നശറഹു ബിഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഹദീസിൽ വന്നിട്ടുണ്ട്. നശർ ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതും അനുവദിക്കപ്പെട്ടതുമായ കാര്യം, അഥവാ റുഖിയ കൊണ്ട് നശർ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയ ബാധ എനിക്കുണ്ടായി, ബാധ ഉണ്ടായപ്പോൾ ഞാനതിനെ നിഷ്ഫലമാക്കിയത്, ഞാനതിനെ ഹല്ല് ചെയ്തത്, ഞാനതിനെ നശ്ർ ചെയ്തത്, ആ ബാധ ഒഴിപ്പിച്ചത് ഞാൻ മുഅവ്വിദാത്ത് ചൊല്ലിയിട്ട് റുഖിയ നടത്തിയിട്ടാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റുഖിയ നടത്തിക്കൊണ്ട് ചെയ്യുന്നതിന്റെ കുഴപ്പമല്ല. അതല്ലാതെ മഅഹൂദായ ജാഹിലിയ്യത്തിൽ നിലനിന്നെല്ലാവർക്കും പരിചയമുള്ള ഒരു സാഹിറിന്റെ അടുക്കൽ പോയിട്ട് സാഹിർ അതിനെ നിഷ്ഫലമാക്കി കൊടുക്കുക എന്നുള്ളത് അത് സിഹ്റിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദർസിൽ അഥവാ കഴിഞ്ഞ ഈ കിതാബ് തൗഹീദിലെ അവസാനം നമ്മൾ വായിച്ചിട്ടുള്ള ആ ഹദീസിൽ അധ്യായത്തിൽ ഹദീസിന്റെ ഭാഗമായിട്ട് സിഹ്ർ ചെയ്തവനും ചെയ്യിച്ചവനും രണ്ടാളും ഒരേപോലെ. അപ്പൊ ചിലർ പറയും അത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, സാഹിറല്ല ചെയ്തത്. വേണ്ട, സാഹിർ ചെയ്താൽ മതി. ആർക്ക് വേണ്ടി ചെയ്ത? നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ അറിവോടെ, നിങ്ങൾ അനുവാദത്തോടെ, നിങ്ങളെ മനപ്പൊരുത്തോടെ ചെയ്താൽ അതിന്റെ തബഇയ്യത്ത് നമുക്കുണ്ട്, യാതൊരു സംശയമില്ല. وقال ابن الجوزي പറഞ്ഞു അന്നുശ്റത്തു ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ, സാധാരണഗതിയിൽ അന്നുശ്റത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഹ്റിനെ കെട്ടഴിച്ചു കൊടുക്കൽ, സിഹ്റിന്റെ ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് ആർക്കാണോ ബാധ വന്നിട്ടുള്ളത്, സിഹ്ർ ബാധിച്ചിട്ടുള്ളത്, ആ ബാധ അയാളിൽ നിന്ന് ഒഴിപ്പിച്ചു കൊടുക്കലാണ്. ലാ യഖ്ദിറു അലൈഹി ഇല്ലാ മൻ യഅരിഫു സിഹ്ർ, അത് ആർക്കേ ചെയ്യാൻ സാധിക്കുള്ളൂ? സിഹ്ർ അറിയുന്ന, സിഹ്ർ ചെയ്യുന്ന ഒരാൾക്ക് തത്തുല്യമായിട്ടുള്ള ഒരു കൗണ്ടർ സിഹ്ർ ചെയ്തിട്ട് അതിനെ അസാധുവാക്കി നിഷ്ഫലമാക്കി തീർക്കാൻ സാധിക്കുള്ളൂ. അതാണ് മഅഹൂദായ നുശ്റത്ത്. അത് പാടില്ലാത്തതാണ്. പാടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, റുഖിയ കൊണ്ട്, ജായിസായ അദ്വിയത്ത് കൊണ്ട് അതിന്റെ ഇഫക്റ്റ് ഒഴിവാക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ റയറായ കേസിൽ അതാരെങ്കിലും ചെയ്തവരോ ചെയ്യാൻ സഹകരിച്ചവരോ നമുക്ക് അറിയിച്ചു തരികയോ അല്ലെങ്കിൽ ആരുടെയും ഒത്താശല്ലാതെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മാത്രം അത് അത് നമ്മുടെ കണ്ണിൽപ്പെടുകയോ ചെയ്യുമ്പോൾ എടുത്തു നശിപ്പിച്ചാൽ അതും സിഹ്റിന്റെ ഫലം ഇല്ലാതാക്കി തീർക്കുന്ന നുശ്റത്താണ്, അതും കുഴപ്പമില്ലാത്തതാണ്. അല്ലാതെ അറിയപ്പെട്ട ഒരു സാഹിറിന്റെ അടുക്കൽ പോയിട്ട് അതിന് പരിഹാരക്രിയ ചെയ്യുന്നത് മിനസ് സിഹ്ർ എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഹറാം അൽ അൻസാരി
ആഖിറു മൻ തൂഫിയ ബിൽ മദീന മിന സ്വഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. സുഇല അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൻ നുശ്റ, നുശ്റത്തിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു. ഫഖാല ഹിയ മിൻ അമലി ശൈത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പിശാചിന്റെ പണിയിൽപ്പെട്ടതാണ്. ഒരാൾക്ക് സിഹർ ബാധിച്ചു, ഒരാൾ സിഹർ ചെയ്തു, അത് ബാധിച്ചു, ആ ബാധ ഒഴിപ്പിക്കുന്നത് അതും പിശാചിന്റെ പ്രവൃത്തി തന്നെയാണ്. നമ്മൾ സിഹർ ബാധിച്ചു, ആ സിഹർ ബാധ ഒഴിവാകാൻ വേണ്ടി ഒരു സാഹിറിന്റെ അടുക്കൽ പോയി, തങ്ങളടുക്കൽ പോയി, ബീവിന്റെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഭരണക്കാരന്റെ അടുക്കൽ പോയി, അല്ലെങ്കിൽ പണിക്കരടുക്കൽ പോയി, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ അടുക്കൽ പോയി അത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ പിശാചിന്റെ അമല് അഥവാ സിഹർ നമ്മൾ ചെയ്യിച്ചു, ആ സിഹർ നമ്മൾ വാങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. റവാഹു അഹ്മദു ബി സനദിൻ ജയ്യിദ്, ഇമാം അഹ്മദ് ഭേദപ്പെട്ട സനദോട് കൂടി റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. അബൂദാവൂദ്, ഈ സംഭവം തന്നെ അബൂദാവൂദും അദ്ദേഹത്തിന്റെ സുനനിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഖാല സുഇല അഹ്മദു അൻഹ, ഇമാം അഹ്മദിനോട് ഒരാൾക്ക് ബാധ ഉണ്ടെങ്കിൽ ആ ബാധ ഒരു സാഹിറിനെ കൊണ്ട് ഒഴിപ്പിക്കുന്നത്, വേറെ ആൾക്ക് ചെയ്യണില്ലല്ലോ, നമുക്ക് വന്നത് ഒഴിപ്പിക്കല്ലേ ചെയ്യണത്, അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗൽ ഉദ്ധരിക്കുകയാണ് ഇമാം അഹ്മദ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് പറഞ്ഞു, യക്റഹു ഹാദാ കുല്ലഹു, ഈ ഇനത്തിൽപ്പെട്ട എല്ലാം മിനൽ മക്റൂഹാത്ത് വൽ മൻഹിയാത്ത് വൽ മുഹറമാത്ത്, അത് വെറുക്കപ്പെട്ട വിലക്കപ്പെട്ട തെറ്റായ കാര്യങ്ങളിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എണ്ണിയിട്ടുള്ളത്, പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നശ്റത്ത് നടത്തുന്നതിനെയാണ് അൻ-നശ്റ അൽ-മഅഹൂദ ഫിൽ ജാഹിലിയ്യ, അതാണ് അമൽ ശൈത്താൻ എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ടുള്ളത്, അതാണ് അഹ്മദ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് മിന സിഹർ എന്നെണ്ണിയിട്ടുള്ളത്. എന്നാൽ അതല്ലാത്ത നശ്റത്ത് രണ്ട് രൂപം ഞാൻ നിങ്ങളോട് വേറെ പറഞ്ഞു. ഒന്ന്, ദുആ നടത്തിയിട്ട് ജായിസായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നശ്റത്ത് നടത്തുന്നത്, അത് ഇതിൽ പെടൂല. അതുപോലെ തന്നെ യാദൃച്ഛികമായി നമ്മളത് കാണുകയോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന ആരെങ്കിലും നമുക്കത് കാണിച്ചു തരികയോ ചെയ്തിട്ട് എടുത്തു നശിപ്പിക്കുന്നത് ആ നശ്റത്ത് കൊണ്ട്, ആ നശ്റത്ത് അതും ഇതിൽ പെടില്ല. അത് രണ്ടും അനുവദിക്കപ്പെട്ടതും ആകാവുന്നതുമാണ്. പക്ഷെ അതിനുള്ള ചാൻസ് കുറവാണ്. റുഖ്യ അതും നടക്കും, എന്നാൽ മറ്റത് ചാൻസ് കുറവാണ്. ഇനി ഈ വിഷയത്തിൽ ചിലപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് തെറ്റിദ്ധരിക്കാതെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത് പലപ്പോഴും ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ സഹീഹിൽ മുഅല്ലഖായ നിലക്ക് ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസറായതിനാൽ പലരും അത് എടുത്തുദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യതയുണ്ട്. അത് മുൻകൂട്ടിയിട്ട് തന്നെ ആ അസർ എന്താണ്, അതിന്റെ ശരിയായ വിവക്ഷ എന്താണെന്ന് മനസ്സിലാക്കുക. ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്, വലിൽ ബുഖാരി അൻ ഖതാദ, ബുഖാരിക്ക് ഖതാദയിൽ നിന്ന് ഒരു റിവായത്തുണ്ട്. ഖതാദ വഹുവ ഇബ്നു തിആമ അസ്-സദൂസി അൽ-ബസരി, ഖതാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖതാദത്തു ഇബ്നു തിആമത്തു അസ്-സദൂസി ബസറക്കാരനാണ് എന്ന് മാത്രമല്ല സിഖത്തുൻ ഫഖീഹുൻ മിൻ ഹഫ്ളി താബിഈൻ, സിഖത്താണ്, ഫഖീഹാണ്, താബിഈങ്ങളിൽ ഏറ്റവും അധികം ആസാറുകൾ ഹിഫ്ള് ചെയ്തിട്ടുള്ള മഹാനായിട്ടുള്ള താബിഈ വര്യനാണ്, ഏറ്റവും വലിയ ഇമാമാണ്. അദ്ദേഹം പറഞ്ഞു അൻ ഖതാദ, ഖതാദയിൽ നിന്നാണ് റിവായത്ത്. ഖതാദ ചോദിക്കുകയാണ്, ഖുൽതു ലിബ്നിൽ മുസയ്യിബ്, ഖുൽതു ലിബ്നിൽ മുസയ്യിബ്, ഖുൽതു ലിബ്നിൽ മുസയ്യിബ്, ഇബ്നുൽ മുസയ്യിബ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താബിഈ വര്യന്മാരുടെ കൂട്ടത്തിലെ ഇമാമാണ്. ഇബ്നുൽ മുസയ്യിബിനോട് ഞാൻ ചോദിച്ചു, റജുലുൻ ബിഹി തിബ്ബുൻ, ഒരു മനുഷ്യൻ അയാൾക്ക് ബാധിച്ചിട്ടുണ്ട്, തിബ്ബുൻ ഒരു സിഹർ ബാധിച്ചിട്ടുണ്ട്, ഒരാൾക്ക് സിഹർ ബാധിച്ചു. ഔ യുഅഖദു അൻ ഇംറാതിഹി, അല്ലെങ്കിൽ സിഹർ ബാധിച്ചു എന്നത് പറയുന്നതിന് പകരം ആ സിഹറിന്റെ മഫ്ഊൽ, സിഹർ കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ് എന്ന് പറയുന്നു. അയാൾക്ക് എന്ത് ചെയ്യുന്നു? യുഅഖദു അൻ ഇംറാതിഹി, തന്റെ ഭാര്യയിൽ നിന്ന് അയാളെ ഹബ്സ് ചെയ്യുന്നു.
ഭാര്യയെ സമീപിക്കാൻ പറ്റൂല. അയാൾ ഭാര്യയെ സമീപിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്ക് പറ്റുന്നില്ല. ആ പറഞ്ഞിട്ടുള്ളത് സിഹറിന്റെ മഫ്ഊലാണ്. സിഹർ ചെയ്യുമ്പോൾ സിഹർ ബാധ വരുന്ന സന്ദർഭത്തിൽ ഏതാ ഒരു വരി വിട്ടത്? قال سئل أحمد عنها وقال سئل أحمد عنها. ഇമാം അഹ്മദിനോട് അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഏതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു ഞാൻ പറഞ്ഞു പോയല്ലോ. فقال ابن مسعود يكره هذا كله. ഈ ഇനത്തിൽപ്പെട്ട എല്ലാം ഇബ്നു മസ്ഊദ് വെറുത്തിരുന്നു. ഈ ഇനത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നസ്റിന്റെ ഇനത്തിൽപ്പെട്ടത്. അഥവാ ഏതെങ്കിലും ഒരു സാഹിറിന്റെ അടുക്കൽ ചെല്ലുന്നു, ആ സാഹിർ അയാൾക്ക് ഇത് നിഷ്ഫലമാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ സാഹിർ പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന വസ്തു ഉണ്ട്, പോയി എടുത്തോ, നശിപ്പിച്ചോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, എടുക്കാനും നശിപ്പിക്കാനും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അത് എടുക്കാൻ നശിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല, അത് അവിടെ തന്നെ കിടന്നോട്ടെ, പക്ഷെ അതിന്റെ മഫ്ഊൽ, അതിന്റെ ഇഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ പണി അങ്ങോട്ടും തിരിച്ചു ചെയ്യുന്നു. ഇങ്ങനെ ഈ ഇനത്തിൽപ്പെട്ട എല്ലാ കാര്യത്തെയും ഇബ്നു മസ്ഊദ് മക്റൂഹായിട്ടാണ് കണ്ടത്. ഐ മക്റൂഹ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ മക്റൂഹിന്റെ അർത്ഥം അല്ലാഹ് വിലക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. മക്റൂഹാത്ത് എന്ന് ഖുർആനിൽ ചിലപ്പോൾ പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഫിഖ്ഹിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന ചെയ്താൽ തെറ്റൊന്നുമില്ല, ചെയ്യാതക്കലാണ് മെച്ചം എന്നുള്ള ആ മക്റൂഹല്ല ഉദ്ദേശിക്കുന്നത്. അൽ മക്റൂഹാത്ത് കറാഹത്തു തഹരീം, അത് മിനൽ മുഹറമാത്ത്, അത് മുഹറമാത്ത് പെട്ട, അള്ളാഹ് ഏറ്റവും വെറുക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ് എന്നാണ് അഹ്മദ് അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ബുഖാരിന്റെ മുഅല്ലഖായി ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ആ അസറിലേക്ക് വരൂ. അസറിന്റെ അസ്റ് ഇബ്നുൽ മുസയ്യിബിന്റേതാണ്. ഇബ്നുൽ മുസയ്യിബിനോട് ചോദിക്കുന്ന ചോദ്യകർത്താവ് ആരാണ്? ഖതാദത്ത് ബിനു ദിആമത്തു സദൂസി. ഖതാദയാണ് ചോദിക്കുന്നത്. ഇബ്നുൽ മുസയ്യിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താബിഈ വര്യന്മാരിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഇമാമാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് താബിഈ വര്യനായ ഖതാദയാണ് ചോദിക്കുന്നത്. റജുലുൻ ബിഹി തുബ്ബ്, ഒരാൾക്ക് ഒരു സിഹർ ബാധിച്ചു. ഔ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആ സിഹറിന്റെ ഇഫക്റ്റ് എന്താന്ന് പറയാം. യുഅഖദു അൻ ഇംറാഅതിഹി ഐ യുഹ്ബസു അൻ ഇംറാഅതിഹി. തന്റെ ഭാര്യയെ സമീപിക്കാൻ കഴിയാതെ തടുക്കപ്പെടുകയാണ്, മുടങ്ങപ്പെടുകയാണ്. മതി, ഒരു കുടുംബം തകരും, വേറൊന്നും വേണ്ടല്ലോ. ഭാര്യ പറയും, എന്താ ചോറ് എണ്ണ എന്റെ പെരയിലില്ലേ, അവരാണ്ട് പോകും. പിന്നെ കുട്ടികൾ ഇവിടെ ബാക്കിയായിരിക്കും, പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും അതിന്റെ ഹക്കുണ്ട്. ആ ഹക്ക് അത് നമ്മൾ നിറവേറ്റുന്നതാണ്. ഫഇന്ന ലിനഫ്സിക അലൈക ഹഖൻ, നിന്റെ ശരീരത്തോട് നീ വീട്ടേണ്ട കടമുണ്ട്. ഫഇന്ന ലിസൗജിക അലൈക ഹഖൻ, നിന്റെ ഭാര്യയോട്, നിന്റെ ഇണയോട്, നിന്റെ തുണയോട് നീ വീട്ടേണ്ട കടമ വേറുണ്ട്. ഫഇന്ന ലിഐനിക അലൈക ഹഖൻ, നിന്റെ കണ്ണിന് നീ കൊടുക്കേണ്ട ഹക്ക് വേറുണ്ട്. ഫആതി കുല്ല ദി ഹഖിൻ ഹഖഹു, ആർക്കൊക്കെ നമ്മളിൽ നിന്ന് ഹക്ക് നമ്മൾ കൊടുത്തു വിട്ടേണ്ടതുണ്ടോ അതൊക്കെ കൊടുത്തു വിട്ടന്നെ വേണം. ഭാര്യയായിട്ട് അള്ളാന്റെ ഇസ്മും ചൊല്ലി, അള്ളാന്റെ മഹത്തായ പേര് ചൊല്ലിക്കൊണ്ട് നമ്മൾ അവരെ ഇസ്തിഹ്ലാൽ നടത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരോടുള്ള കടമ നിറവേറ്റുക തന്നെ വേണം. അതിനൊരാൾക്ക് രോഗം കാരണത്താൽ സാധിക്കുന്നില്ലെങ്കിൽ രോഗം ചികിത്സിക്കണം. ഇതെന്ന് പറഞ്ഞ രോഗമാണ്. ആ രോഗം ചികിത്സിക്കാനുള്ള അതിന്റെ വഴി അർറുഖിയ വൽ അദ്വിയത്തുൽ മുബാഹ, ഒന്ന് റുഖിയ നടത്തുക എന്നുള്ളതാണ്. അള്ളാഹുവോട് ദുആ ചെയ്യുക. രണ്ട്, ഈ ഇത്തരം രോഗങ്ങൾക്ക് ശിഫയാകുന്നതിന് കാരണമാകുമെന്നറിയപ്പെട്ട ജായിസായ അദ്വിയത്തുകൾ, മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകളും കഴിക്കുക എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അയുഹല്ലു അൻഹു ഔ യുനശ്ശർ, രണ്ടുവരെ അർത്ഥാണ്. അയുഹല്ലു അൻഹു, അയാൾക്ക് വന്നുപെട്ടിരിക്കുന്ന ആ സിഹ്ർ, അത് അയാളിൽ നിന്ന് ഹല്ല്, ബാധ കെട്ടൊഴിപ്പിച്ച് വിടാൻ പറ്റുമോ? ഔ യുനശ്ശർ, അതല്ലെങ്കിൽ അയാൾക്ക് വന്നുപെട്ടിരിക്കുന്നതായ ബാധ അയാളിൽ നിന്ന് യുസാലു വ യുക്ശഫ്, അത് ഒഴിവാക്കി ബാധ ഒഴിപ്പിച്ചു വിടാൻ പറ്റുമോ? സിഹ്ർ ബാധിച്ചാൽ ബാധ ഒഴിപ്പിക്കാൻ പറ്റുമോ? അപ്പോ എന്ത് വേണം? അതിന്റെ ഉത്തരം എന്തായിരിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും?
അതെ, ബാധ ഒഴിപ്പിക്കാൻ പറ്റും എന്നാണ് അതിന്റെ ഉത്തരം ഉണ്ടാവേണ്ടത്, അല്ലെ? അതാണ് അതിന്റെ ഉത്തരം. അതിന് അനുവദിക്കപ്പെട്ട രൂപം അതുകൊണ്ട് പറ്റും. അനുവദിക്കപ്പെടാത്ത ഒരു രൂപമുണ്ട്, ജാഹിലിയ്യത്തിൽ തുടർന്നു വരുന്ന മഅഹൂദായ അറിയപ്പെട്ട രൂപമുണ്ട്, അത് പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉത്തരം കൊടുത്തു, ഖത്താദക്ക് ഉത്തരം കൊടുത്തു. ലാ ബഅസ ബി, ഹല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ നശ്ർ ചെയ്യുന്നത് ലാ ബഅസ ബി, അതിലൊരു കുഴപ്പമില്ല. ഏത് രോഗാണെങ്കിലും ആ രോഗത്തിന് ചികിത്സിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. രോഗങ്ങൾക്ക് ചികിത്സിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഏത് രോഗം അല്ലാഹ് ഇറക്കിയിട്ടുണ്ടോ ആ രോഗത്തിന് അല്ലാഹ് ദവ, അതിനുള്ള ശമനം അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഫതദാവു, നിങ്ങൾക്ക് ചികിത്സിക്കാവുന്നതാണ് മനുഷ്യരെ. വലാ തതദാവു ബിൽ ഹറാം, പക്ഷെ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ലാ ബഅസ ബിഹി ഇന്നമാ യുരീദൂന ബിഹി അൽ-ഇസ്ലാഹ്, അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നന്മ വരുത്താനാണ്. ഇപ്പൊ ആ കുടുംബം, അവർക്കിടയിലുള്ള സ്നേഹവും അവർക്കിടയിലുള്ള ആ പൊരുത്തമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് സ്നേഹവും താല്പര്യവും കുറഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് സ്നേഹവും താല്പര്യവും ഭാര്യയ്ക്ക് കുറഞ്ഞു കാണുമ്പോൾ ഭർത്താവിന് അങ്ങോട്ടും ഒരു 2 ആഴ്ച എങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പത്തിന് അവളെ ചേരും പോലെ മുഖമൊക്കെ മാറി ഓരോള്. പിന്നെന്തായിരിക്കും? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പിന്നെ കുടുംബാന്തരീക്ഷാണ്ട് കേടെന്നാൽ, കുടുംബാണ്ട് തകരാറായാണ്ടല്ലോ, പിന്നെ മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പിശാചിന്റെ എല്ലാ തന്ത്രവും ശരിക്കാണ് വിജയിക്കും. ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാഹ് ചെയ്യണം, അത് മെൻഡപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവര് ആ സിഹറിന്റെ ബാധ ഒഴിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഉപകരിക്കുന്ന കാര്യം, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യം, നാഫിയായിട്ടുള്ള ചികിത്സ, ഫലം യുൻഹ അൻഹു, അത് ഒരിക്കലും തന്നെ വിലക്കപ്പെട്ടിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, മനിസ്തതഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫ്അൽ, നിങ്ങളിൽ നിന്ന് ആർക്കാണോ തന്റെ സഹോദരന് ഒരു ഉപകാരം, ഒരു രോഗം ബാധിച്ചു വരുന്ന ഒരു മനുഷ്യന് ആ ദുരിതം അകറ്റിക്കൊടുക്കാൻ വേണ്ടി, രോഗം മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണോ കഴിയുന്നത്, ഫൽയഫ്അൽ, അവനത് ചെയ്തു കൊടുക്കട്ടെ എന്നാണ്. ഈ വാക്ക് കേൾക്കുമ്പോ അഹ്ലുൽ ബാത്തിൽ, ബാത്തിലിന്റെ ആൾക്കാരെന്ത് ചെയ്യാം? ഇതിനെ വളച്ചൊടിക്കാം, വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാം. സിഹറും മാട്ടുമായി നടക്കുന്ന ചില മുസ്ലിയാക്കന്മാര്, ചില തങ്ങന്മാര്, ചില ഇസ്മിന്റെ പണിയെടുക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ചില ഹുറൂഫ് അബൂജാദുമായി കളിക്കുന്ന ആൾക്കാര്, അവര് എന്താ ഞാൻ ചെയ്യണേന് തെറ്റ്, ഇമാം ബുഖാരിന്റെ തന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതെടുത്തു. അതുപോലെ തന്നെ റഈസു താബിഈൻ ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരാളെ ഉപദ്രവിക്കില്ലല്ലോ, പകരം സിഹർ ചെയ്യണില്ലല്ലോ, ബാധിച്ച ഒരാൾക്ക് അത് ഒഴിവാക്കി കൊടുക്കാനുള്ള സിഹറല്ലേ ചെയ്യുന്നുള്ളൂ, ഉപകാരമുള്ള ഇനി യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇബ്നുൽ മുസയ്യിബ് അതല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇബ്നുൽ മുസയ്യിബ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നാഫിയായി തീരുന്ന തരത്തിൽ അത് ഇസ്ലാഹ് വരുത്താനുള്ള നശ്റും ഹല്ലും ചെയ്യാവുന്നതാണ്. അതെന്താണ്? അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റുഖ കൊണ്ട്, വലദ്വിയ ജായിസ, ഒന്ന് ശറഇൽ വന്നിട്ടുള്ള, ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ഈ രോഗം, ഇത്തരം അവസ്ഥകൾ അത് മാറിക്കിട്ടാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള റുഖിയ കൊണ്ട് ഹല്ല് ചെയ്യാം. അത് ഒരാൾക്ക് സ്വന്തമായിട്ട് റുഖിയ ചെയ്യാം, മറ്റൊരാൾ അയാൾക്ക് വേണ്ടി റുഖിയ ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ പിന്നെ അജ്വ പോലെയുള്ള ചില മരുന്നുകൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മരുന്നുകൾ, ആ മരുന്നുകളും ഉപയോഗിക്കാം, എന്നിട്ട് നശ്ർ ചെയ്തു കൊടുക്കാം. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് ആ ലക്ഷ്യത്തിന്റെ അപ്പുറത്തേക്ക്, കാരണം അതാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ പറയാനുള്ള കാരണം, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈ വര്യനാണ്. അദ്ദേഹത്തിന്റെ ആ ദറജയിലുള്ള താബിഈ വര്യന്മാരായിട്ടുള്ള മറ്റാളുകൾ പറഞ്ഞത് നമ്മൾ കേട്ടു. ഹസനുൽ ബസരി പറഞ്ഞത് നമ്മൾ കേട്ടു. ഇല്ല, ഇതല്ലാത്ത മഅഹൂദായ ജാഹിലിയ്യത്ത് ചെയ്യുന്ന സെഹറിന് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ഒരു രീതിയുണ്ട്, സെഹറിനെ സെഹറുകൊണ്ട് നിഷ്ഫലമാക്കുന്ന രീതി, അത് സെഹറാണ് എന്നും അത് അമലു ശൈത്താനാണ് എന്നും ആദ്യം സഹാബി വര്യനായ ഇബ്നു മസ്ഊദ് പറഞ്ഞു.
ആ കാര്യം തന്നെ ഹസനുൽ ബസ്രി പറഞ്ഞു, ആ കാര്യം തന്നെ അഹ്മദ് പറഞ്ഞു. ഇങ്ങനെ അയിമ്മത്തുൽ ഇസ്ലാമിന്റെ അടുക്കൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നത്, സെഹറിനെ സെഹർ കൊണ്ട് നിഷ്ഫലമാക്കുന്ന കാര്യം അത് അമലു ശൈത്താനിൽപ്പെട്ടതാണ്, മിനസ് സെഹർ സെഹറിൽപ്പെട്ടതാണ്, അത് യക്റഹുഹു അത് പാടില്ല, അത് മക്റൂഹായി വിലക്കപ്പെട്ട കാര്യത്തിലാണ് ഇബ്നു മസ്ഊദ് കണ്ടിരുന്നത് എന്ന കാര്യമാണ്. ഇതും കൂടെ നമ്മൾ കൂട്ടിവെച്ചിട്ട് വേണം വായിക്കാൻ. എന്നാ നാഫിയായത് പറ്റുന്നു പറഞ്ഞാൽ അത് റുഖിയ ശർഇയ്യ കൊണ്ട്, അദ്വിയ ജായിസത്ത് കൊണ്ട് അതിനെ നശ്ർ ചെയ്യുന്നത്, ഹല്ല് ചെയ്യുന്നതാണ്, അതിലേക്ക് തന്നെ ചേർക്കപ്പെടുന്ന കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു വെച്ച ആളോ ചെയ്തു വെക്കുന്നതിന് കൂട്ടുനിന്നിട്ടുള്ള ആളോ ആ കാര്യം പറഞ്ഞു തന്നാൽ എടുത്ത് നശിപ്പിക്കാം ആകാമെന്നുള്ളതിനുള്ള തെളിവ് ഞാൻ നേരത്തെ ആയിഷ ബീവിയുടെ റിവായത്ത് ഉദ്ധരിച്ച് അതിനു വേണ്ടിയാണ് തുടക്കത്തിൽ. അതുപോലെ തന്നെ ഇനി ഒരാൾ കാണിച്ചു തരാതെ നമ്മൾ യാദൃച്ഛികമായി ആകസ്മികമായി അങ്ങനെ ചെയ്തു വെക്കപ്പെട്ട വസ്തു നമ്മുടെ കണ്ണിൽപ്പെട്ടു, നമ്മൾ അറിയാനിട വന്നാൽ അതങ്ങ് എടുത്ത് നശിപ്പിക്കുക, അത് നശ്ർ തന്നെയാണ്. അതും മഹദൂറില്ലാത്ത, ഒരു വിലക്കുമില്ലാത്ത, ഭയപ്പെടാനൊന്നുമില്ലാത്ത കാര്യമാണ്. ചിലർ അപ്പ പേടിക്കും. എന്തിനു പേടിക്കണം? സെഹർ ചെയ്തു വെച്ചൊരു വസ്തു കണ്ട ഒരു നട്ടലാണ്. അങ്ങനെ ഒന്നും നട്ടല്ല, ഒന്നും പേടിക്കാല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മഹത്തായ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ആ വസ്തു അങ്ങോട്ട് അത് നശിപ്പിച്ചാൽ കഴിഞ്ഞു, ആരും നമ്മൾ ഉപദ്രവിക്കൂല. രാവിലെ എഴുന്നേറ്റിട്ട് 3 തവണ സുബഹ്സ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ കഴിഞ്ഞതിന് ശേഷം സ്വബാഹിൽ നമ്മൾ ചൊല്ലുന്നവരാണ് ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ അസ്സമീഉൽ അലീം. വൈകുന്നേരത്തിൽ ഇത് ആവർത്തിക്കുന്നവരാണ്. ആയത്തുൽ കുർസി ഓരോ നമസ്കാര ശേഷവും ഓരോ തവണയും സ്വബാഹിലും മസായിലും 3 തവണയും ചൊല്ലുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും പേടിക്കാനില്ല. അത് കണ്ടിട്ട് നട്ടാനും വലിക്കാനും ആരും നിൽക്കണ്ട, അതിനെടുത്ത് നശിപ്പിക്കണം. അങ്ങനെ അതുള്ള ഒരു പക്ഷെ നമുക്കാകാം, നമ്മളെ ഉദ്ദേശിച്ച് ചെയ്യപ്പെട്ടതാകാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ഉദ്ദേശിച്ച് ചെയ്യപ്പെട്ടതാകാം. അത് അള്ളാന്റെ ഇതിനോട് കൂടിയിട്ട് ദുർറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ഇതിനോട് കൂടി തന്നെ ഇത് നശിപ്പിക്കുന്നതോടുകൂടി ആ ദുർറ്, അയാൾക്ക് ബാധിക്കുന്ന ബാധ, ദുരിതം അതില്ലാതായി തീരുകയും ചെയ്യും. അത് അനുവദിക്കപ്പെട്ടതാണ്. അതല്ലാതെ സെഹറിനെ സെഹറുകൊണ്ട് മാറ്റാൻ, സെഹറിനെ സെഹറുകൊണ്ട് ഒഴിപ്പിക്കാൻ പോയാൽ അത് ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ, അത് ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ, അത് പിന്നെ ഹസനുൽ ബസ്രി പറഞ്ഞതുപോലെ, ഇബ്നുൽ ജൗസി പറഞ്ഞതുപോലെ, അയിമ്മത്തുൽ ഇസ്ലാം പറഞ്ഞതുപോലെ അത് സെഹറിൽപ്പെട്ടതും അതുപോലെ തന്നെ പിശാചിന്റെ അമലിൽപ്പെട്ടതും അത് നമുക്ക് പാടില്ലാത്തതുമാണ്. നാഫിയായ കാര്യമേ നമുക്ക് പറ്റുകയുള്ളൂ. അത് സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞിട്ടുള്ള നാഫിയായ കാര്യം ഈ പറഞ്ഞതാണ്. അഥവാ റുഖിയ ശർഇയ്യ കൊണ്ടും അദ്വിയ ജായിസത്ത് കൊണ്ടും നശ്ർ ചെയ്യലാണ്. അതിന് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ വറുവിയ നാഫിയായിട്ടുള്ളത് വിലക്കപ്പെട്ടിട്ടില്ല. അഥവാ മുഅവ്വിദാത്തുകൾ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള റുഖിയ ശർഇയ്യകൾ കൊണ്ടോ അല്ലെങ്കിൽ ജായിസായ അദ്വിയത്ത് കൊണ്ടോ നശ്ർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ എടുത്ത് നശിപ്പിക്കുന്നത് കൊണ്ട് നശ്ർ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞ കാര്യം അത് ഇമാം ബുഖാരി മുഅല്ലഖായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞത് നാഫിആയ രൂപത്തിലുള്ളത് നശ്റാണ്. അത് റുഖിയ ശർഇയ്യ കൊണ്ടും അദ്വിയ ജായിസത്ത് കൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ ആ വസ്തു ചെയ്തു വെച്ച വസ്തു നമ്മൾ എങ്ങനെയെങ്കിലും അറിയാൻ ഇടവരികയാണെങ്കിൽ അത് നശിപ്പിക്കുന്നതിലൂടെ മാത്രമാണ്. ഇത് ആ അസറ് മനസ്സിലാക്കണം. ബാത്തിലിന്റെ ആളുകൾ, ദലാലത്തിന്റെ ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുകയും ദുരുപയോഗം ചെയ്യുന്നതും മനസ്സിലാക്കുക തന്നെ വേണം. പിന്നീട് തുടർന്നുകൊണ്ട് പറഞ്ഞു, റുവിയാനിൽ ഹസനി അന്നഹു ഖാല ലാ യഹുല്ലു സിഹ്റ ഇല്ലാ സാഹിർ ഇല്ലാ സാഹിർ. ഹസനുൽ ബസ്രി പറഞ്ഞു, ഒരു സിഹ്ർ ഒരാൾക്ക് ബാധിച്ചാൽ അത് ചെയ്ത ആൾക്ക് പകരം സിഹ്ർ ചെയ്യാനൊന്നും നമുക്കുദ്ദേശമല്ല, നമുക്കൊന്നു മാത്രം നമ്മളെ ബാധിച്ചിട്ടുള്ള ബാധ ഒഴിവായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് സാഹിറിന്റെ അടുക്കൽ ചെല്ലുന്നത്. അങ്ങനെ അത് ഒഴിവാക്കി കൊടുക്കാൻ, ആ ബാധ ഒഴിപ്പിക്കാൻ സാധിക്കുന്നത് സമാനമായി സിഹ്ർ ചെയ്യാൻ സാധിക്കുന്ന, പിശാചിന്റെ സഹായം തേടുന്ന, പിശാചിക്കിനെ ഉപയോഗിക്കുന്ന ഒരു സാഹിറിനെ പറ്റുള്ളൂ.
അതുകൊണ്ട് തന്നെ ലാ യഹല്ലു സിഹർ, ഒരു സിഹറിനെ ഒഴിപ്പിക്കുവാൻ, നിഷ്ക്രിയമാക്കി ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല ഇല്ലാ സാഹിറുൻ, ഒരു സാഹിറിനല്ലാതെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹിറിന്റെ അടുക്കൽ നമ്മൾ പോയാൽ, സാഹിർ പറയുന്നതിനെ സത്യപ്പെടുത്തിയാൽ, അയാൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് അല്ലാഹ് ഇറക്കിയിട്ടുള്ളതിൽ അവിശ്വസിച്ചിട്ടുള്ള ആളായി തീരും. അത് കുഫറിലേക്ക് വരെ എത്തിപ്പെടും. എന്ന് മാത്രമല്ല, അങ്ങനെ സിഹർ വാങ്ങുകയും അല്ലെങ്കിൽ സിഹർ ചെയ്യുകയും ചെയ്ത ഒരാൾ മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് എന്ന് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള സൂറത്തുൽ ബഖറയിലുള്ള ആയത്തിന്റെ വിധിയിൽ, ആ വഈദിന്റെ കീഴിൽ അദ്ദേഹവും വരും എന്ന കാര്യം, അതാണ് ഇവിടെ ഹസനുൽ ബസ്രിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അൻ-നുശ്റത്തു, നുശ്റ എന്നുള്ള വാക്ക് ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ, സിഹർ ബാധിച്ച ഒരാൾക്ക് ആ സിഹറിനെ കെട്ടഴിച്ച് ബാധ ഒഴിപ്പിച്ചു കൊടുക്കലാണ്. വഹിയ നൗആനി, സിഹറിന്റെ ബാധ ഒഴിപ്പിക്കുന്നതിനെ നമുക്ക് രണ്ട് ഇനമാക്കിയിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്ന് ഹല്ലു ബിസിഹ്രിൻ മിസ്ലിഹി, സമാനമായ ഒരു സിഹർ ചെയ്തുകൊണ്ട്, ഒരു സാഹിറിനെ സമീപിച്ച് സമാനമായ ഒരു സിഹർ ചെയ്തുകൊണ്ട് ആ സിഹറിന്റെ കെട്ട് അഴിച്ച് ബാധ ഒഴിപ്പിച്ച് മാറ്റിക്കൊടുക്കാൻ പറ്റും. വഹുവല്ലദീ മിൻ അമലി ശൈത്താൻ, അതാണ് പിശാചിന്റെ അമലിൽപ്പെട്ടതാണ്, അതാണ് മക്രൂഹാത്തിൽപ്പെട്ടതാണ്, അതാണ് സിഹറിൽപ്പെട്ടതാണ് എന്നൊക്കെ താബിഈ വര്യന്മാരും സഹാബി വര്യന്മാരും അയിമ്മത്തുൽ ഇസ്ലാമും പറഞ്ഞിട്ടുള്ളത്. വഅലൈഹി യുഹ്മലു ഖൗലുൽ ഹസൻ, ഈ അർത്ഥത്തിലാണ് ഹസനുൽ ബസ്രി പറഞ്ഞിട്ടുള്ള വാക്കിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ തനിക്ക് ബാധിച്ചിരിക്കുന്നതായ ഒരു സിഹർ അത് കെട്ടഴിച്ച് അതിന്റെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു സാഹിറിനെ സമീപിക്കുമ്പോൾ ആ സാഹിർ പിശാചിന്റെ സാമീപ്യം തേടുന്നുണ്ട്. ആ സാഹിറിനെ സമീപിക്കുന്ന ഈ മനുഷ്യൻ, അയാളും പിശാചിന്റെ സാമീപ്യം തേടുന്നുണ്ട്. ബിമാ യുഹിബ്, പിശാച് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്. ഫയുബ്തിലു അമലഹു അനിൽ മസ്ഹൂർ, അങ്ങനെ പിശാച് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ആ ഇവള് പകരം വാങ്ങിക്കൊണ്ട് പിശാച് അവനിഷ്ടമുള്ള ഒരു കാര്യം ഇങ്ങോട്ട് ചെയ്തു കൊടുക്കും. ശരി, ഇന്നേ ചെയ്തോ, ഒന്നും വേണ്ട, ഈ ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ചെറിയ ഒരു നാലുകെട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്തൂപം. അവിടെ പോയിട്ട് ഒരു കോഴിനെ അവിടെ ബലി കൊടുത്ത് പോന്നാ മതി, വേറൊന്നും വേണ്ട. അത് പിശാച് ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തി അതുവരെ ചെയ്യുന്നു. അത് ചെയ്യുന്നതോടുകൂടി കഴിഞ്ഞു. ഇതുവരെ അയാൾക്കുണ്ടായിരുന്ന ആ സിഹർ ബാധ ഒഴിയുന്നു. ഇങ്ങനെ സിഹർ ചെയ്യിക്കാൻ വേണ്ടി ചെല്ലുന്ന ആളും ചെയ്തു കൊടുക്കുന്ന ആളും, രണ്ടാളും പിശാചിന്റെ സാമീപ്യം നേടുകയും പിശാചിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കുകയും അതിന് പകരമായിക്കൊണ്ട് പിശാച് ആ സിഹർ ഹല്ല് ചെയ്ത് നസ്ർ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇത് പാടില്ലാത്തതാണ്. ഇതാണ് ഒന്നാമത്തെ ഇനം. ഇതാണ് നമ്മുടെ സമൂഹത്തെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഭാഗം ഇവിടെയാണ്. എത്രയോ ആളുകൾ ഫോണിലൂടെ നേരിട്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മൗലവിന്ന് വിളിച്ചിട്ട് ചോദിക്കുക കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ബാധിച്ചിട്ടുള്ള ഒരു സിഹറിനെ കുറിച്ച്. അപ്പോൾ അത് സിഹർ തന്നെയാണെന്ന് നിങ്ങൾ എങ്ങനെ ഒരു ഒറ്റയടിക്ക് വിധി എഴുതുന്നത്? ആദ്യം തന്നെ സിഹറിലേക്ക് പോണോ? അല്ല, നമുക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അതല്ല, അയലോകത്തുള്ള ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ അത് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാതെ വേറെ സിഹറല്ലാതെ വേറൊന്നും ആകാനൊരു നിവൃത്തിയില്ല. കാരണം ഇതുവരെ അങ്ങനെയായിരുന്നു, ഇതുവരെ എങ്ങനെയായിരുന്നു. പിന്നെ മാത്രമല്ല, മറ്റയാൾ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ മറ്റൊരാളുണ്ടായിരുന്നു, അയാൾ അന്ന് സ്വത്ത് ഒരിച്ചെടുത്ത് ഒരു ചെറിയ ദേഷ്യായിട്ട് പോയ ആളാണ്, ഞാനത് പകരം ചെയ്തിരിക്കും, കാട്ടിത്തരാന്ന് പറഞ്ഞാൽ പോയതാണ്, അയാൾ കാട്ടിത്തരുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് നമുക്ക് ബാധിച്ചിട്ടുള്ളത് അതൊഴിവാക്കാൻ നമ്മൾ തിരിച്ചൊന്നും ചെയ്യില്ല. അത് നമുക്ക് വന്നത് നമ്മൾ ഒഴിവാക്കണ്ടേ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണില്ല. അത് കുട്ടിന്റെ അമ്മോനാണ് പോണത്. അതിന് നമ്മൾ എതിർക്കേണ്ട വല്ല കാര്യമുണ്ടോ മൗലവി? അതിന് വല്ല തെറ്റുണ്ടോ? നമ്മൾ ഷെയർ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ അമ്മന്ന് വന്ന് മാറ്റിച്ചല്ലുള്ളൂ.
അങ്ങനെ ഒരു പിശാച്ചിനെ സമീപിച്ച് ഒരു സാഹിറിനെ സമീപിച്ച് സാഹിർ പിശാച്ചിന്റെ ഒത്താശയോട് കൂടി പിശാച്ചിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്തും ചെയ്യിപ്പിച്ചും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന രീതി, അതാണ് അന്നുശ്റത്തുൽ മഅഹൂദത്തു ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്തിൽ അറിയപ്പെട്ടിട്ടുള്ള സിഹ്ർ ബാധ കെട്ടഴിച്ച് ഒഴിപ്പിച്ചു കൊടുക്കുന്ന രീതി. അത് അമലു ശൈത്താൻ മിനസ് സിഹ്ർ മിനൽ മക്റൂഹാത്ത്. അത് പിശാച്ചിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണ്, അത് സിഹ്റിൽപ്പെട്ടതാണ്, അത് വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? അടുത്ത ചോദ്യം അത്. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഖൽബ് മൊത്തത്തിൽ അള്ളാഹുവിലേക്കാണ് തിരിച്ചു വെക്കുക. ഇതിന് അള്ളാഹ് എന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി തരും. അള്ളാഹിനോട് ദുആ ചെയ്യാം. ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്. അത് ഒന്നല്ല, രണ്ടല്ല, 10 അല്ല. 10 ദിവസം ദുആ ചെയ്തിട്ട് ഒരു മാറ്റമില്ലാത്തപ്പോൾ ഇയാൾ നിരാശപ്പെടും. അതൊന്നും ദുആന്റെ ഷർത്തിലും ദുആന്റെ അദബിലും പെട്ടതല്ല. നിരാശല്ലാതെ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഈ രോഗത്തിന്റെ ദുരിതം അനുഭവിച്ചിരുന്ന കാലയളവിൽ അയാൾക്ക് അള്ളാന്റെ റഹ്മത്ത് വേറെ കിട്ടാനുണ്ട്. പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. അതൊരു മുഅ്മിന് മാത്രം അള്ളാഹ് വിധിച്ചിട്ടുള്ളതാണ്. മുഅ്മിനാകുമ്പോൾ ഇന്ന അസാബത്തുഹു സറാഉ ശകർ ഫകാന ഖൈറല്ല വഇന്ന അസാബത്തുഹു ളറാഉ സബർ ഫകാന ഖൈറല്ല. ഇങ്ങനെ ജീവിതത്തിന്റെ 2 അവസ്ഥകളും ഒരേപോലെ പോസിറ്റീവാക്കി തീർക്കാൻ പറ്റുന്ന ഒരേ മനുഷ്യൻ വിശ്വാസി മാത്രമാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിനല്ലാതെ മറ്റൊരാൾക്കും അതിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് ക്ഷമിക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ അറിയപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അജ്വ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിൽ ആ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുക, ദുആ ചെയ്യുക. ഒരു കാലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശിഫയാക്കി തരും. ചിലപ്പോൾ പെട്ടെന്നാകും, ചിലപ്പോൾ വൈകും. ഇനി ശിഫയായില്ല, എത്ര രോഗമുണ്ട് ശിഫയാകാതെ മനുഷ്യന്മാർ മരിക്കണം. ആ കൂട്ടത്തിൽ പെട്ടു. അള്ളാഹിന്റെ മുന്നിൽ നമുക്കൊരു മദ്ലൂമായിട്ട് അവിടെ എഴുന്നേറ്റ് വരാനോ നമ്മളോട് ദുൽമ് കാണിച്ച മനുഷ്യനോട് നമുക്ക് അവിടുന്ന് പകരം അള്ളാഹു അതിനുള്ള നീതി നമുക്ക് വാങ്ങിത്തരുമല്ലോ. ഒന്നും പേടിക്കാനില്ല. ദുനിയാവിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കണം. അതൊരു ദിവസത്തിന്റെ ഒരു സമയത്തിന്റെ പ്രശ്നമുണ്ട്. അതൊരു രോഗമല്ലെങ്കിൽ വേറെ രോഗം വരണം. ചിലപ്പോൾ നമുക്കറിയില്ല ഇതിനേക്കാളും പ്രയാസകരമായിട്ടുള്ള വേറെ വല്ല രോഗമാണ് വരുന്നെങ്കിൽ. ഒരു സിഹ്ർ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും അതിന്റെ ദുരിതങ്ങളും ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അല്ലാത്ത ചില രോഗങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മൾ കാണുന്നതാണ്. ഇഞ്ചിഞ്ചായിട്ട് ഉമിയിൽ തീ പകരുന്നത് പോലെ സെല്ലുകളിൽ നിന്ന് സെല്ലുകളിലേക്ക് രോഗം പകർന്നു പിടിച്ചിട്ട് ദുരിതമനുഭവിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട്? അള്ളാഹ് നമുക്ക് ഇതല്ലേ തന്നിട്ടുള്ളൂ. സമാധാനിക്കുക. അതിന് സ്വാഭാവികമായിട്ടും ആ പരീക്ഷണത്തിന് 2 സൈഡുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ ദർജകൾ ഉയർത്താനും. അത് നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫضലുകൾ കൂടും. അത് ക്ഷമിച്ച് ദുആ ചെയ്യുക. അറിയപ്പെട്ട മഅറൂഫായ ജായിസായ മരുന്നുകൾ ഉപയോഗിക്കുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് അള്ളാഹ് കാണിച്ചു തരും. ഒരു ദിവസം നമ്മൾ പേനക്കത്തി നിറഞ്ഞതാ, അപ്പോഴാണ് ഈ സാധനം കയ്യപ്പെടുന്നത്. അത് എടുത്തു നശിപ്പിച്ചു. പിറ്റേന്ന് മുതൽ അള്ളാഹിന്റെ ഇതിനോട് കൂടി സംഗതിയൊക്കെ നോർമൽസിയിലേക്ക് വന്നു. അങ്ങനെ ആകാം. ചിലപ്പോൾ അതൊന്നും കണ്ടതില്ല, പക്ഷെ നമ്മുടെ ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് വന്നു. ഒരു 2 ആഴ്ച 3 ആഴ്ച ഇങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടിക്കണം അള്ളാഹ് എനിക്കത് ശിഫയാക്കി തരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതേ ഒരു മനുഷ്യനെ ചെയ്യാവുന്നതുള്ളൂ. അല്ലാതെ രോഗം വന്ന അതോട് കൂടിയിട്ട് തന്റെ ഈമാനും തന്റെ തവക്കുലും അള്ളാഹുവിലുള്ള വിശ്വാസം ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ ഒരു രോഗത്തിന്റെ പേരിൽ പരലോകം കൂടി നശിപ്പിക്കുന്നിടത്തേക്ക് ഒരു മനുഷ്യൻ എത്താൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ ജനങ്ങൾ പഠിക്കേണ്ടത്, ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. രണ്ടാമത്തേത് വസ്താരി ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്നു. അന്നുശ്റതു ബിർറുഖ്യ വത്തഅവുദാതി വദ്ദഅവാതി വൽഅദ്വിയത്തിൽ മുബാഹ ഫഹാദാ ജായിസ്. നുശ്റ നടത്താം. വന്നുപെട്ടിരിക്കുന്ന സിഹ്ർ കെട്ടഴിച്ച് ബാധ ഒഴിപ്പിച്ചു വിടാം. എന്തുകൊണ്ട്? ബിർറുഖ്യ, രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ. വത്തഅവുദാത്, അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിച്ചുകൊണ്ട് രക്ഷ ചോദിച്ചുകൊണ്ട് നടത്തുന്ന തഅവുദാത്തുകളിലൂടെ, പ്രാർത്ഥനയിലൂടെ. വദ്ദഅവാത്, അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന നമ്മുടെ ദുആകളിലൂടെ. വൽഅദ്വിയത്തിൽ മുബാഹ, അള്ളാഹ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ജായിസാക്കി തന്നിട്ടുള്ള മരുന്നുകളിലൂടെ. ഫഹാദാ ജായിസ്, ഈ തരത്തിലുള്ള നുശ്റത്ത് അനുവദിക്കപ്പെട്ടതുമാകുന്നു. ഇതിലോടുകൂടി ഇബ്നുൽ ഖയ്യിമിന്റെ ഈ വിശദീകരണത്തോടുകൂടി ആ മസല കല്ലും നെല്ലും തിരും. ഇനി ഒരാൾക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ദുരിതം കൊണ്ടോ അല്ലെങ്കിൽ അനുഭവം കൊണ്ടോ അല്ലെങ്കിൽ മുൻകാലത്തെ അദ്ദേഹത്തിന്റെ മുൻവിധികൾ മനസ്സിൽ കടന്നുപെട്ടത് കൊണ്ടോ അയാള് പിന്നെയും കടിച്ചു തൂങ്ങണ്ട.
സിഹർ ഒരാൾക്ക് ബാധിച്ചേക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നബിമാർക്ക് വരെ ബാധിച്ചിട്ടുള്ളതാണ്. അത് മനുഷ്യന് ബാധിക്കുന്ന രോഗാവസ്ഥകളിൽപ്പെട്ട രോഗമാണ്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് സിഹറാണ് എന്ന മുൻവിധിയിലേക്ക് എത്താനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സിംറ്റമാറ്റിക് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്ത് പോകേണ്ടത്. ആദ്യം നമ്മൾ ദുആ കൊണ്ട് അള്ളാഹിനോട് ശിഫ ചോദിക്കുന്നു. അതിന്റെ ലക്ഷണത്തിന് അനുയോജ്യമായിട്ടുള്ള അറിയപ്പെട്ട മരുന്നുകൾ, എക്സ്പെരിമെന്റലായി പ്രൂവ് ചെയ്തിട്ടുള്ള മരുന്നുകൾ, ആ മരുന്നുകൾ കുടിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതൊരു സിഹറാണ് എന്ന് ഏതാണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെ അപ്പൊ അള്ളാഹിനോട് ദുആ ചെയ്യുവാൻ ജായിസായിട്ടുള്ള മുബാഹായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാനേ നിവൃത്തിയുള്ളൂ. നമ്മുടെ ദുആയുടെ ഫലമായിട്ടൊരു പക്ഷേ അള്ളാഹ് നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ അതെടുത്ത് നശിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. അല്ലാതെ ആ മുള്ളിനെ ഞാൻ മുള്ളോണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തങ്ങളെടുത്ത് പോയി, ഞാൻ പോയിട്ടില്ല, അളിയനാണ് പോയത്, അല്ലെങ്കിലോ ഞാനും അളിയനും ഒന്നും പോയിട്ടില്ല, അത് അയലോക്കത്തെ രാജ്യരുണ്ട് മൂപ്പര്, ഞാൻ നിങ്ങളിങ്ങനെ പറഞ്ഞത് ആ കാര്യം ആ കുട്ടി കടന്നുകാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിനെ കണ്ടില്ലേ, നിങ്ങളൊന്നും ഉണ്ടാക്കി ഞാൻ പോയിക്കോളാം. അപ്പൊ നമുക്ക് മനസ്സിനൊരു ആശ്വാസം, നമ്മൾ പോണില്ലല്ലോ, നമുക്ക് വേണ്ടി ആശ്ചര്യമാണല്ലോ പോയത്. ഒക്കെ കണക്കന്നെ. അതില്ലാത്ത കാര്യമാണ്. അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞു. വൽ ഹാസിൽ, ഇതിന്റെ ആകത്തുക അന്നമാ കാന മിൻഹു ബിസ്സിഹർ ഫയഹ്റും വമാ കാന ബിൽ ഖുർആനി വദ്ദഅവാതി വൽ അദിവിയത്തിൽ മുബാഹ ഫജായിസ്. സിഹറിനെ സിഹർ കൊണ്ട് ചികിത്സിക്കുന്നത് അത് വിലക്കപ്പെട്ടതും, എന്നാൽ ഖുർആൻ കൊണ്ടും ദുആകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും അനുവദിക്കപ്പെട്ട മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്നത് അത് ജായിസുമാകുന്നു. ഹാദാ വല്ലാഹു തആല അഅലം. അതിന്റെ മുമ്പ് ഇതിന്റെ മസല, രണ്ട് മസലകൾ പറയാനുണ്ട്. ഒന്ന്, അന്നഹിയു അനിൻ നുശ്റത്തി, നുശ്റത്ത് വിലക്കിയിട്ടുണ്ട്. അവിടെ നുശ്റത്ത് എന്ന് പറഞ്ഞാൽ അലിഫുൽ ലാമിന് ഞാൻ അർത്ഥം പറഞ്ഞു തന്നു. കുറച്ചൊക്കെ കിതാബ് നോക്കി വരുന്ന പലരും ഇതിലുണ്ട്. ആ അലിഫുൽ ലാമും ലിൽ അഹദ്, അഹദിന്റെ അലിഫുൽ ലാമുമാണ്. അൻ-നുശ്റത്തുൽ മഅഹൂദതു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടതായ നുശ്റത്ത്. ഒരാൾക്ക് സെഹർ ബാധിച്ചാൽ സെഹറിനെ സെഹർ കൊണ്ട് കെട്ടഴിച്ച് ബാധൊഴിപ്പിക്കുന്ന ആ രീതി, അത് വിലക്കപ്പെട്ടതാണ്. അസ്താനിയത്തു അൽ ഫർഖു ബൈനൽ മൻഹിയ്യി അൻഹു വൽ മുറഖസ് ഫീഹി മിമ്മാ യുസീലുൽ ഇഷ്കാൽ. എന്നാൽ നുശ്റത്തിൽ തന്നെ രണ്ടിനമുണ്ട്. അത് രണ്ടിനെയും ഫർഖ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് വിലക്കപ്പെട്ടത്, അത് പിശാച്ചിനോട് സാമീപ്യം തേടി പിശാച്ചിന്റെ ഒത്താശ കൊണ്ട് സിഹർ കൊണ്ട് അവർ സിഹറിനെ നിഷ്ഫലമാക്കി കളയുന്നതാണ്. എന്നാൽ മുറഹസായതുണ്ട്. മുറഹസായത് ബിർറുഖ, ഒന്ന് ദുആകൾ കൊണ്ട്, വത്തഅവുദാത്ത്, കാവൽ ചോദിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ട്, വദ്ദഅവാത്ത്, ദുആകൾ കൊണ്ട്, വൽ അദ്വിയത്തിൽ മുബാഹ, ഇതുകൊണ്ട് നമ്മൾ നശ്ർ ചെയ്യുന്നതാണ്. അത് മിമ്മാ യുസീലുൽ ഇഷ്കാൽ, നമ്മുടെ എല്ലാ ഇഷ്കാലുകളും നീക്കം ചെയ്യുന്ന, ബാധ ഒഴിവാക്കി തരുന്ന ഈ കാര്യം. ഇത് രണ്ടും വേർതിരിക്കണം. ഈ രണ്ടാമത് പറഞ്ഞത് അനുവദിക്കപ്പെട്ടതും ആദ്യം പറഞ്ഞത് വിലക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇമാമിയങ്ങളൊക്കെ അത് വിലക്കപ്പെട്ടതാണ് പറഞ്ഞത് ആദ്യത്തെ ഇനത്തിൽപ്പെട്ടതും. എന്നാൽ സഈദ് ഇബ്നുൽ മുസയ്യിബിൽ നിന്ന് മുഅല്ലഖായി ഖതാദ മുഖേന ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ആ അസറിൽ പറയുന്നത് അത് ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള بالرقى والتعاويذ والأدوية والدعوات والأدوية المباحة, അതുകൊണ്ട് നടത്തുന്ന ആ നശ്ർ അതാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ്. അത് നാഫിആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വേർതിരിക്കുകയും ചെയ്യണം. ഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു. നുശ്റത്താണ്, നശ്റത്തല്ല. ബിളമ്മിൻ നൂൻ, لا بضم النون كما في القاموس. ഞാൻ ആവർത്തിച്ച് വന്നു പോയിട്ടുണ്ട്. സുലാസിയായ ക്രിയന്റെ മസ്തർ വരുമ്പോൾ ഇസ്തിഖാഖ് അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അസുൽ നുശ്റത്താണ് ലബ്ത് ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ നശ്റത്ത് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ സബഖുൽ ലിസാനായിട്ട് കൂട്ടിക്കോളി. നുശ്റ ബിളമ്മിൻ നൂൻ. هذا والله تعالى أعلم. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.